ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ക്ലബ്ബ് എന്ന് പറയുന്ന ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു മീറ്റപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്നോട് അതിലുള്ള കുറച്ച് മെമ്പേഴ്സ്, എസ്പെഷ്യലി ടാറ്റ യൂസ് ചെയ്യുന്നവർ, അവരെ ലോങ് ടേം ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ നമ്മളൊരു പ്ലാറ്റ്ഫോമായിട്ട് അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ടാറ്റയുടെ വാഹനങ്ങൾ എടുത്തിട്ട് ഒരുപാട് നാളായിട്ട് അവർ റസ്റ്റ്, അതുപോലെ തന്നെ ബാറ്ററിയുടെ ഇഷ്യൂസ്, ചാർജറിൻ്റെ ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ബാക്കിയുള്ള ആളുകളെ ഒന്ന് അവെയർ ആക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇഷ്യൂസ് ഉള്ളവരെ മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു അജണ്ടയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു 4 കോമൺ ഇഷ്യൂ, നമ്മൾ 5 ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒന്ന് വിൻ്റെ ബ്രേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ടിയാഗോയിലാണ് അത് കൂടുതൽ ഫേസ് ചെയ്ത് ബ്രേക്കിംഗ്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആൾക്കാർ വന്നിട്ടില്ല. ആ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യാത്തൊരു ഇഷ്യൂ നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മളത് ജെനുവിനായിട്ട് അവതരിപ്പിക്കണം, അയാൾ തന്നെ വേണം. അപ്പോൾ നമ്മൾ 4 ഇഷ്യൂസാണ്. ഒന്ന് ടാറ്റ റോൾ ഔട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇഷ്യൂസ്. ഇത് ടാറ്റയ്ക്കാണ് ഇപ്പോൾ ബാധിക്കുന്നത്, നാളെ ആർക്ക് വേണമെങ്കിലും ബാധിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലോ ചാർജറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അത് നിങ്ങൾക്കറിയാം, സ്ലോ ചാർജർ ഹീറ്റ് ആവുന്നുണ്ട്. അതിന് ടാറ്റ കൊണ്ടുവന്നൊരു സൊല്യൂഷൻ, ഒരു പൊടിക്കൈയൊക്കെ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ. പിന്നെ സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇഷ്യൂസ്, അത് ഇപ്പോൾ ഇവർക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്, നാളെ നമുക്ക് എല്ലാവർക്കും വരും. അപ്പോൾ അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ടാറ്റയുടെ റസ്റ്റിംഗ് നൊട്ടോറിയസ് ആണ്, പണ്ട് മുതലേ ഉണ്ട്. ടാറ്റ കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആണ്. ഇൻഡിക്ക കാലം തൊട്ട് ഇന്ന് വരെ എല്ലാം ആ ഇഷ്യൂ കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇഷ്യൂ ഫേസ് ചെയ്ത ആളുകൾ തന്നെ സംസാരിക്കാം. സി ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയാം, കൂളിങ്ങിന് കുറവുണ്ടാവാം, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് നിങ്ങൾ സർവീസ് സെൻറ്ററിൽ ചെല്ലും. അവർ പറയും നിങ്ങളോട്, സാർ സിയുടെ ഫാൾട്ടാണ്, ഞങ്ങൾ സി യൂണിറ്റ് കംപ്ലീറ്റ് മാറ്റും, നിങ്ങൾക്കൊരു ബില്ല് തരും. അതിൽ പിന്നെ 1.5 ലക്ഷം 2 ലക്ഷം എഴുതും, അണ്ടർ വാറണ്ടി 0 ബില്ല്, നിങ്ങൾ ഹാപ്പി സന്തോഷം തിരിച്ചു പോരും. പക്ഷേ ഇത് വാറണ്ടി കഴിഞ്ഞാൽ എങ്ങനെയെന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ ഫേസ് ചെയ്ത ആളുകൾ തന്നെ സംസാരിക്കും. എൻ്റെ പേര് ജോസഫ് ജോർജ് എന്നാണ്. ഞാൻ 2000 മേടിച്ചതാണ് വണ്ടി. ഇപ്പോൾ 42,000 കിലോമീറ്റർ ഓടി. 4 വർഷവും 6 മാസവും ആയിരിക്കാം വണ്ടി മേടിച്ചിട്ട്. അപ്പോൾ ഈ റീസെൻ്റായിട്ട് എനിക്ക് ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു ദിവസം കൂളിംഗ് ഇല്ലാണ്ടായി, സി കൂളിംഗ് ഇല്ല. ഇതപ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള സർവീസ് സ്റ്റേഷനാണ് ടാറ്റയുടെ മലയാളം വെഹിക്കിൾസ്. അവിടെയാണ് ഞാൻ സ്ഥിരം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ റോഷൻ എന്ന് പറഞ്ഞിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു. പുള്ളി എൻ്റെ പ്രസൻസിൽ തന്നെ ഒരു മെക്കാനിക്കിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പ്ലഗ് കഴിക്കാൻ പറഞ്ഞു. ഒരു പ്ലഗ് കഴിച്ച് കഴിഞ്ഞിട്ട് പുള്ളി അതിൻ്റെ സാമ്പിൾ എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ഈ കൂളൻറ്റും റെഫ്രിജറൻറ്റും കൂടെ മിക്സ് ചെയ്തുള്ള സാമ്പിൾ എന്നെ എടുത്ത് കാണിച്ചത്. പുള്ളി ഇതുപോലത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ വരുന്നുണ്ട്, ഇത് കംപ്ലീറ്റ് മാറ്റണം, 1 ലക്ഷം രൂപ വന്നത്. എനിക്ക് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. 1 ലക്ഷം രൂപ ഇപ്പോൾ 17,000 രൂപ കൊടുത്താണ് അത് മേടിച്ചത്, 17 ലക്ഷം രൂപ കൊടുത്താണ് മേടിച്ചത്. ഇനി 1 ലക്ഷം രൂപ കൂടെ മുടക്കണമെന്ന് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും സിയുടെ ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ ആ കമ്പോണൻറ്റ് മാറ്റിയാൽ പോരെ, അതിന് എങ്ങനെയാണ് ഈ 1 ലക്ഷം രൂപയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വണ്ടി തിരിച്ചിട്ട് അവർ തന്നെ പറഞ്ഞു, ഞങ്ങളിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ സർവീസ് സ്റ്റേഷനിൽ ഇങ്ങനെയുള്ള വർക്കുകൾ എടുക്കണില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും സർവീസ് സ്റ്റേഷൻ കൊണ്ടുപോകും. പക്ഷേ ഇത് 1 ലക്ഷം രൂപയാകുന്നത് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഉടനെ തന്നെ ഞാൻ കസ്റ്റമർ കെയറിന് മെയിൽ അയച്ചു, ഇങ്ങനെ 1 ലക്ഷം രൂപയാകുമെന്ന് പറയാനുണ്ട് ഒരു സിയുടെ കൂളിംഗ് ഇല്ലാത്തതിന്. അപ്പോൾ കസ്റ്റമർ കെയറിൽ നിന്ന് റിപ്ലൈ വന്നു, ഡോണ്ട് വറി, വിൽ ടേക്ക് കെയർ ഓഫ് യു, യു ടേക്ക് ഇറ്റ് ടു ലെക്സോൺ മോട്ടോർ, ടാറ്റ ലെക്സോൺ മോട്ടോഴ്സ്. അതും മാമംഗലത്താണ്, വളരെ അടുത്താണ്. അവിടെ കൊണ്ടുചെന്നപ്പോൾ അവിടുത്തെ മെക്കാനിക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളായിരുന്നു. എൻ്റെ കഷ്ടകാലത്തിന് അവിടുത്തെ മെക്കാനിക്കല്ല, സർവീസ് അഡ്വൈസർ. അവൻ്റെ പേര് ബിബിൻ. അവൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഒരു മെക്കാനിക്കിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് പൊക്കോളൂ, അവർ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കണം എവിടെയാണ് പ്രശ്നം എന്നുള്ളത്. അവർ മെക്കാനിക്കിനെ വിളിച്ചിട്ട് മെക്കാനിക്ക് 2 ദിവസം ഒരു ദിവസം മുഴുവൻ ടെസ്റ്റ് ചെയ്തിട്ട് അവസാനം മെക്കാനിക്കിൻ്റെ റിപ്പോർട്ടാണ് ഇവൻ പറയണത്. എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അതിൻ്റെ കൂളിംഗ് കോയിൽ എന്ന് അവൻ ഉദ്ദേശിക്കുന്നത് ഇവാപ്പറേറ്റർ കോയിലിനെയാണ് ഇവന് ഈ കൂളിംഗ് കോയിൽ എന്ന് പറഞ്ഞത്. ഈ കൂളിംഗ് കോയിൽ ലീക്കായിട്ടുള്ളത്, അത് മാറ്റിക്കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആകുന്നത്. അതിനാകെ മെറ്റീരിയൽ കോസ്റ്റും അതിൻ്റെ ഡിസ്മാൻഡിലിങ്ങും ഫിറ്റിങ്ങും എല്ലാം കൂടെ ഉൾപ്പെടെ 10,000 റുപ്പീസ് ആകുന്നത്. എനിക്ക് ഭയങ്കര ആശ്വാസമായി. 10,000 റുപ്പീസ്, 1 ലക്ഷം പറഞ്ഞത് 10,000 ഇത് ശരിയാക്കി കിട്ടില്ല. ഓക്കെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സാധനം ഇല്ല, ഇത് ചെന്നൈയിൽ നിന്ന് വരണം, അതിന് ഒരാഴ്ച എടുക്കും, അത് കഴിഞ്ഞ് പിന്നെ ഇത് കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്, അതിനും എടുക്കും. അങ്ങനെ ഒരു 2 ആഴ്ചയോളം സമയമെടുത്ത് ഇവനതിൻ്റെ കൂളിംഗ് കോയിൽ മാറ്റി ഗ്യാസ് രണ്ടാമത് ഫില്ല് ചെയ്ത് വണ്ടി തന്നു. ഞാൻ ഓടിച്ച് ഒരാഴ്ച ഓടിയാൽ കൂളിംഗ് കുറച്ച് തന്നിട്ട് അതിനും കൂളിംഗ് ഇല്ല. അപ്പോൾ പിന്നെയും തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്നു.
അവിടെ കൊണ്ട് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഡയഗ്നോസ് ചെയ്യട്ടെ. അപ്പോൾ ഇവന് ഈ സർവീസ് എഞ്ചിനീയർ പറഞ്ഞത് ഈ ബുക്കിൽ എഴുതാൻ മാത്രമേ ഇരിക്കുന്ന ആളാണ്, അല്ലാണ്ട് അവന് ഇതിൻ്റെ ഡയഗ്നോസ് ചെയ്യാനൊന്നും അറിയില്ല. അവന് ഈ മെക്കാനിക്കിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്. മെക്കാനിക്ക് പിന്നെ നോക്കിയിട്ട് പറഞ്ഞു എങ്ങാണ്ട് എന്തോ ഡർട്ടോ എന്തോ ഇരിക്കണത് കണ്ടപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ഇതിൻ്റെ കംപ്രസറിലേക്കുള്ള സക്ഷൻ പൈപ്പ് അത് ലീക്കായതുകൊണ്ടാണ് ഈ പ്രശ്നം, അത് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവുന്നത്. അതിന് 2000 രൂപ മെറ്റീരിയൽ കോസ്റ്റ്, പിന്നെ അതിൻ്റെ സർവീസ് ഫിറ്റിങ് ലേബർ ചാർജ് തരണ്ട, അത് ചെയ്ത് റീവർക്ക് ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് ചെയ്ത് തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2000 രൂപ കൊടുത്ത് അവർ ഇത് മാറ്റി, സക്ഷൻ കോയിൽ മാറ്റി. സക്ഷൻ കോയിൽ മാറ്റി എന്നെ രാവിലെ വിളിച്ച് വന്ന് വണ്ടി റെഡി ആയിട്ടുണ്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ടെസ്റ്റിനിട് കുറേ നേരം കൂടെ, അറിയാമല്ലോ അത്, അല്ലെങ്കിൽ ഒരാഴ്ച ഓടിക്കഴിയുമ്പോൾ പിന്നെയും തിരിച്ചു കൊണ്ടുവരേണ്ടി വരും, അത് ഇടാമെന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം വണ്ടി എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും അവർ പറയുകയാണ് AC പിന്നെയും വർക്ക് ചെയ്യണത് മൊത്തം മാറ്റണമെന്ന്. അപ്പോൾ ഈ കണ്ണുവട്ടം മാവേൽ അറിയണ പോലെ ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റി നോക്കുക. അങ്ങനെ മാറ്റി മാറ്റി നോക്കിയിട്ട് ഒന്നും ശരിയാവണില്ല. അവസാനം ഇവർ തന്നെ മനസ്സിലായി ഇത് മൊത്തം മാറ്റണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ ഈ മൊത്തം മാറ്റണം എന്നുള്ളത്? നിങ്ങളുടെ തന്നെ വേറെ സർവീസ് സ്റ്റേഷനിൽ ടാറ്റയുടെ തന്നെ മലയാളം വെഹിക്കിൾസ് കൊണ്ടുവന്നപ്പോൾ അവർ 5 മിനിറ്റിനെ കൊണ്ട് പറഞ്ഞല്ലോ ഇതിൻ്റെ ഡയഗ്നോസിസ്. എനിക്കന്ന് വിശ്വസിക്കാൻ പറ്റില്ല, എനിക്കിതിൻ്റെ സിസ്റ്റം അറിയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട്. ഇപ്പോഴാണ് എനിക്കതിൻ്റെ സിസ്റ്റം മനസ്സിലായത്. അതായത് ഇതിൻ്റെ അകത്ത് ഈ കമ്പോണൻറ്റിൽ ഒരു സാധനത്തിൻ്റെ ചില്ലർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ചില്ലർ എന്ന് പറയുന്നത് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. ഈ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ത്തേക്ക് ഈ ഗ്യാസും വരും, ഈ കൂളൻറ്റും വരും. ഈ രണ്ടിനെയും തണുപ്പിക്കുന്ന പണിയാണ് എയർ കണ്ടീഷണർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കൂളൻ്റ് ഇതിൽ തണുത്ത് കഴിഞ്ഞിട്ട് പോയി ബാറ്ററി അടിയിൽ പോയി കംപ്ലീറ്റ് കോയിലാണ് ഇതിനകത്തൂടെ സർക്കുലേറ്റ് ചെയ്ത് ഈ ചില്ലറിൽ വന്ന് തണുത്തിട്ടാണ് പിന്നെ ഇത് കംപ്ലീറ്റ് സർക്കുലേറ്റ് ചെയ്യണത്. അതിൻ്റെ ചില്ലറിൻ്റെ മറ്റേ സൈഡിൽ കൂടെ ഗ്യാസും, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മിക്സായി. ഈ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സർക്യൂട്ടിൽ ഇത് കയറും. മോട്ടർ എന്ന് പറഞ്ഞാൽ ഹെർമെറ്റിക്കലി സീൽഡ് മോട്ടറാണ്, കംപ്രസർ. ഇതിലെല്ലാത്തിലും ഇത് കയറി കഴിഞ്ഞാൽ ഇത് മൊത്തം മാറ്റണം, അല്ലാണ്ട് വേറെ യാതൊരു ധൃതിയില്ല. കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മളെ ബാറ്ററിയിൽ രണ്ട് രീതിയിൽ കൂൾ ചെയ്യും. നോർമലി ഫാൻ വെച്ചിട്ടാണ് കൂൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 2 കൂളിംഗ് ടാങ്ക് ഉണ്ടാവും നമ്മുടെ കാറിലെല്ലാം, അല്ലേ? ഒരു കൂളിംഗ് ടാങ്ക് നേരെ ബാറ്ററിയിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു റേഡിയേറ്റർ ഉണ്ട്, അതുവഴി കൂൾ ചെയ്യും. പക്ഷേ നിങ്ങൾ ഓവർലോഡ് ചെയ്യുന്ന സമയത്ത്, അതിപ്പോൾ ചുരം കയറുകയാണ്, ഒരുപാട് നേരം ചുരം കയറുകയാണ്, അല്ലെങ്കിൽ സ്പോർട്ട് മോഡിലിട്ട് അഗ്രസീവായിട്ട് ഓടിക്കുന്ന സമയത്ത് AC കൂളിംഗ് ബാറ്ററിയുടെ കൂളിംഗ് ഡൈവേർട്ട് ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? ബേസിക്കലി ആ സമയത്ത് ഈ പറയുന്ന പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ വെച്ചിട്ടാണ് AC കൂളൻ, ഒരു സൈഡിൽ ഗ്യാസ് മറ്റേ സൈഡിൽ ബാറ്ററിയിലേക്ക് പോകുന്ന കൂളൻ്റ്. ഇതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ AC മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിനെ മാത്രം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. റെഫ്രിജറൻറ്റിനെ മാത്രം കംപ്രസ് ചെയ്യാനും അതിനെ മാത്രം ഡീൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു യൂണിറ്റാണ്. ഈ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് ലീക്ക് വരുന്നുണ്ട്. ലീക്ക് വന്നു കഴിഞ്ഞാൽ ലിക്വിഡ് ഗ്യാസിൻ്റെ ചേമ്പറിലേക്ക് കടന്നു പോകും, ഗ്യാസ് സർക്യൂട്ടിലേക്ക് കയറും, കംപ്രസറിൻ്റെ ഉള്ളിൽ ലിക്വിഡ് കയറും. ഗ്യാസ് മാത്രം ഹാൻഡിൽ ചെയ്യാനുണ്ടാക്കി ഈ സർക്യൂട്ടിലേക്ക് ലിക്വിഡ് കയറുകയാണ്. ഇത് രണ്ടും കൂടി മിക്സ് ആവുന്നു, ഈ കംപ്ലീറ്റ് യൂണിറ്റ് തകരാറാവും. ഈ ചെറിയൊരു ഇത്ര വലുപ്പമുള്ളൊരു യൂണിറ്റാണ് ഈ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. വലിയ വിലയൊന്നും ഉണ്ടാവില്ല, വെറും അലുമിനിയം ഷീറ്റ്സ് മാത്രം സെപ്പറേറ്റ് വെച്ചിരിക്കുന്ന സാധനമാണ്. 5-10 രൂപയെ വിലയുള്ളൂ. ഇതിൻ്റെ തകരാറ് കാരണമാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റം നമുക്ക് മാറ്റേണ്ടി വരുന്നത്. 1 ലക്ഷം 1.5 ലക്ഷം രൂപ ബില്ല് വരും. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഇവർ ഈ ഫാൾട്ട് കണ്ടെത്തുന്നില്ല, ചൈൽഡ് പാർട്ട് അല്ല റീപ്ലേസ് ചെയ്യുന്നത്, കംപ്ലീറ്റ് സിസ്റ്റം മാറ്റുകയാണ്. ഈ ഫാൾട്ട് ലീക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ സുപ്രഭാതത്തിൽ വരുന്നതല്ല. അല്ലെങ്കിൽ ലീക്ക് വന്ന ഉടനെ തന്നെ സിസ്റ്റത്തിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ടാവും. ഇത് ഡിറ്റക്ട് ചെയ്ത് അവർ ആൾറെഡി ഇത് ഷട്ട് ഡൗൺ ചെയ്ത് വാൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കംപ്ലീറ്റ് സിസ്റ്റം ഫെയിൽ ആവുന്നത് സേവ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. പിന്നെ അറിയാം, ഇത് നമ്മൾ പലരുടെയും വണ്ടിയിൽ ഇത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അറിയില്ല. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും എല്ലാ സർവീസും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ കാണുന്ന പല കസ്റ്റമേഴ്സും ഇത് നോക്കുന്നുമില്ല, അവർക്ക് അറിയില്ല. അവരുടെ ഈ കൂളിംഗ് പ്രശ്നം ഉണ്ടായിരുന്നു, അവർക്ക് AC റിപ്പയർ ചെയ്തു. ഗോവിന്ദനൊക്കെ അറിയണ്ടാവും, അവർക്ക് സാധനം റിപ്പയർ ചെയ്തു, അവരെന്താണ് റിപ്പയർ ചെയ്തതെന്ന് ചോദിക്കുന്നില്ല. കാരണം അവർ പൈസ കൊടുക്കാത്തതുകൊണ്ട് അവർ അത് നോക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമാണ് ഇതുള്ളത്. ഈ ചില്ലർ എന്ന് പറഞ്ഞ യൂണിറ്റിൽ ഇങ്ങനെ പ്ലേറ്റുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. ഇതിൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാറ്റിക് പാർട്ടാണ്. ഇതിൽ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നോർമലി എനിക്കൊരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് 35 years എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ ഈ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ വളരെയധികം ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ആസിഡ് പ്ലാന്റ് വരെ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും ഇത് ഇങ്ങനെ ഫെയിൽ ആകാറില്ല ഒരിക്കലും. ഇതിൻ്റെ അകത്ത് ഇവർ ഉപയോഗിക്കുന്ന എത്തിലീൻ ഗ്ലൈക്കോളും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ കൂളൻ്റ് ഉണ്ടാക്കുന്നത്. ആ കൂളൻറ്റും ഈ അലുമിനിയമുമായിട്ട് കോമ്പാറ്റിബിൾ ആയിരിക്കണം അവർ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ. ഒന്നെങ്കിൽ ഇവരുടെ മാനുഫാക്ചറിങ്ങിൽ അത് കോമ്പാറ്റിബിൾ അല്ല, അല്ലെങ്കിൽ ഇത് കൊറോഷൻ വഴി ഇത് രണ്ടും തമ്മിൽ ഹോൾ വന്നിട്ട് ഇത് രണ്ടും മിക്സ് ആവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ അതിൽ മിക്സ് ആയെന്ന് വിചാരിച്ചു, ഇനി
ഒന്നും അത് മിക്സ് ആകരുത് ഒരിക്കലും. അതായത് ഒരിക്കലും ഇത് ഫെയിലാകരുത്. ഇപ്പം 4 വർഷം എൻ്റെ ആയിട്ടുള്ളൂ. 4 വർഷമല്ല, ഒരു 10-15 വർഷം എന്നാലും ഈ ചില്ലർ സാറിന് ഒരിക്കലും ഫെയിലാവില്ല. പക്ഷേ ഇപ്പോൾ അധികം ആളുകളുടെ മാറ്റിയിരിക്കുന്നത് ഗ്യാരണ്ടി പീരീഡിലാണ്. എൻ്റെ മാത്രമേ ഈ ഗ്യാരണ്ടി കഴിഞ്ഞിട്ട്, സാറിൻ്റെ അതെ ഗ്യാരണ്ടി കഴിഞ്ഞിട്ടാണ് ചെയ്തത്. സാറിന് 50% അണ്ടർ ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് കിട്ടി. എനിക്കൊന്നും കിട്ടിയില്ല. അവർ കംപ്ലീറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൺസ്യൂമർ കോർട്ടിൽ പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അത് കംപ്ലീറ്റ് കൊടുക്കണം, അല്ലാണ്ട് ഒരു രക്ഷയില്ല. അത് ഗുഡ് വിൽ കൊടുത്തിരിക്കുന്ന എല്ലാം അവർ വർക്ക്ഷോപ്പുകാർ കൊടുത്തതാണ്, അല്ലാണ്ട് ടാറ്റ കൊടുത്തതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ മലയാളം വെഹിക്കിൾസ് പല വർക്ക്ഷോപ്പുകാർ കൊടുത്തിട്ടുണ്ട് ഗുഡ് വില്ല് 50% ഈ AC മാറ്റിയതിന്. അപ്പോൾ ഈ ഫെയിലിയർ അവോയ്ഡ് ചെയ്യാനായിട്ട് 2-3 കാര്യങ്ങൾ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്ന്, ഈ ഇതിൻ്റെ ചില്ലർ കഴിഞ്ഞിട്ട് തന്നെ അതിലൊരു സെൻസർ വയ്ക്കുക, ലിക്വിഡ് സെൻസർ. അതായത് ഈ കൂളൻ്റ് എന്ന് പറഞ്ഞത് ലിക്വിഡാണ്, ഗ്യാസ് എന്ന് പറയുന്നത് വേപ്പറാണ്. ഇത് രണ്ടിനെയും സെൻസ് ചെയ്യാനായിട്ടുള്ള സെൻസർ. അല്ലെങ്കിൽ ഇതിൻ്റെ കംപ്രസറിൻ്റെ ലോഡ് ചേഞ്ച് ആവും. ഇതിലേക്ക് ലിക്വിഡ് വന്നു കഴിഞ്ഞാൽ, വേപ്പർ പോകേണ്ട സ്ഥലത്ത് ലിക്വിഡ് വന്നു കഴിഞ്ഞാൽ ലോഡ് അപ്പം തന്നെ ഷട്ട് ഡൗൺ ചെയ്യാനായിട്ടുള്ള സംവിധാനം അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സീരിയസ് ഒരു ഡിസൈൻ ഫോൾട്ട് ഈ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഈ ചില്ലർ യൂണിറ്റ് ഒന്നാമത് ഫെയിലാകാൻ പാടില്ല, അതൊന്ന്. സെക്കൻഡ് തിങ്, അപ്പോൾ അതൊരു ഡിസൈൻ ഫോൾട്ടാണ്, ഈ ചില്ലർ ഡിസൈനിൽ ഫോൾട്ടുണ്ട്. സെക്കൻഡ്, ഇതിന് ഒരു സെൻസർ, ഇവരുടെ ECM മാനേജ്മെൻറ്റിൽ ഒരു സെൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്ത് ഒന്നെങ്കിൽ അലാം കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വാണിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ഷട്ട് ഡൗൺ എടുക്കാം. അങ്ങനെ പല രീതിയിലുള്ള പ്രിക്കോഷൻ എടുക്കാം. അതിനുള്ള സംവിധാനം ഒന്നുമില്ല. അപ്പോൾ മൊത്തം മാറ്റുക എന്നുള്ളതാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു അൺഒഫീഷ്യലായിട്ട് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. ഇത് മൊത്തം മാറ്റാണ്ട് വേറൊരാൾ, അയാൾ ടാറ്റയുടെ വർക്ക്ഷോപ്പല്ല, ഓതറൈസ്ഡല്ല, അല്ലാത്ത ഒരു സ്ഥലത്ത് അവർ ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത്, ഈ കൂളൻ്റ് കയറി ക്ലീൻ ചെയ്ത് രണ്ടാമത് തിരിച്ച് പിടിപ്പിച്ചത് ഒരെണ്ണമുണ്ട്. ചില്ലർ മാത്രം പിടിപ്പിക്കാൻ പറ്റില്ല, ചില്ലറിൻ്റെ അകത്ത് അത് ഓൾറെഡി ഹോള് വീണു. അതുകൊണ്ടാണ് ഇത് രണ്ട് തമ്മിൽ മിക്സ് ആകുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കളക്ട് ചെയ്ത് 63 പേർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ഈ AC-യെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ, എൻ്റെ കൊളീഗ്സ്, ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കുന്നവർ, അവർക്ക് തന്നെ 3-4 പേർക്ക് ഈ സെയിം AC-യുടെ പ്രശ്നമുണ്ടായി. പക്ഷേ എല്ലാം ഗ്യാരണ്ടി പീരീഡ് ആയതുകൊണ്ട് അവരൊന്നും അറിഞ്ഞില്ല. ഈ ഗ്യാരണ്ടി പീരീഡിൽ അല്ലാണ്ട് വന്നവർക്ക് മിക്കവാറും എല്ലാവർക്കും 50% അണ്ടർ ഗുഡ് വിൽ എന്ന് പറഞ്ഞ് കിട്ടി. എനിക്ക് കർഷകകാലത്തിൽ ഇതൊന്നും കിട്ടിയില്ല. ഒരു കംപ്ലീറ്റ് എമൗണ്ട് കൊടുക്കാൻ വന്നിട്ട് ഞാൻ ഫുൾ എമൗണ്ടും കൊടുത്തു. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ സംഭവം. ഇത് ഇപ്പോൾ നെക്സൺ ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ നെക്സൺ, എൻ്റെ നെക്സൺ. ഞങ്ങൾ 2020 വണ്ടി എടുത്താണ് നമ്മളെല്ലാവരും. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ഈ പ്രശ്നം വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു മൂവിങ് പാർട്ടല്ല ഇത് കേടുവരുന്നത്. നമ്മൾ കംപ്രസറാണ് കേടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് മൂവിങ് പാർട്ടാണ്. അതിന് കേടുവരാൻ പല കാരണങ്ങളുണ്ടാവും. ഇത് വെറും കുറേ മെറ്റാലിക് പ്ലേറ്റ് സ്റ്റാക്ക് ചെയ്ത് വെച്ച് ബ്രേസ് ചെയ്യുന്നതാണ്. ഇത് ഫെയിൽ ആവാനുള്ള ഒരേ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോഷനാണ്. ബേസിക്കലി എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞ മെറ്റീരിയലും കൊറോസീവ് ആണ്. പക്ഷേ അത് കൊറോഷൻ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ആഡിറ്റീവ്സ് ഈ കൂളൻറ്റിൽ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഈ സാധനത്തിലെ മാനുഫാക്ചറിങ്ങിലുള്ള മിസ്റ്റേക്കോ, 2 മിസ്റ്റേക്ക് ആണെങ്കിലും ഇത് ഒരു വണ്ടിനെ മാത്രം ബാധിക്കുന്നതല്ല, ആ ബാച്ചിൽ പെട്ടുന്ന എല്ലാ വണ്ടിനെയും ബാധിക്കും. ഇന്ന് നെക്സണിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇപ്പോൾ പഞ്ചിന് കംപ്ലയിൻ്റ് ഇല്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ പുതിയ ടാറ്റയ്ക്ക് കംപ്ലയിൻ്റ് ഇല്ല എന്ന് പറയുന്നവർക്ക്, അതെ, ഇപ്പം നമുക്കറിയില്ല അവർ കംപ്ലയിൻസ് തുടക്കത്തിൽ കംപ്ലയിൻസ് റെക്ടിഫൈ ചെയ്ത് നമ്മളെ ആക്ച്വേറ്റർ അല്ലേ, അവർ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നു, വേറെ പല കാര്യത്തിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുപോകും. ഈ കംപ്ലയിൻസ് ഇന്നാണ് ഇവർക്ക് റിപ്പോർട്ട് ചെയ്ത് കിട്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇന്നലെ വണ്ടി വാങ്ങിച്ച ആൾക്കാർക്ക് ഇന്ന് കംപ്ലയിൻറ്റ് വരില്ല, നാളെ കംപ്ലയിൻറ്റ് ഇല്ല, നിങ്ങൾക്ക് മറ്റന്നാൾ കംപ്ലയിൻറ്റ് വരും. കാരണം ഇവർക്ക് കംപ്ലയിൻറ്റ് വരാത്തതുകൊണ്ട് തന്നെ ഇവർ ചിലപ്പോൾ ആ തുടക്കത്തിലുള്ള അതേ മാനുഫാക്ചറുടെ ചില്ലറും അതേ കൂളൻ്റ് കെമിസ്ട്രി ആയിരിക്കും ഇന്നും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. വാറണ്ടി കഴിഞ്ഞു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് ഇതെല്ലാം അവർ നമ്മളെ തലയിൽ കെട്ടിവെക്കുക. അതിനെതിരെ നമ്മളൊരു സംഘടന എന്നുള്ള നിലയ്ക്ക് EV ക്ലബ്ബ് ഇൻഡിവിജ്വലി ഇൻഡിവിജ്വലി കൺസ്യൂമർ കോർട്ടിലും കാര്യങ്ങളും എല്ലാം പോവാം. പക്ഷേ നമ്മളൊരു സംഘടന എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരു സംഘടന നിലയ്ക്ക് അവരെ കോൺടാക്ട് ചെയ്യാം, നമുക്ക് പത്രക്കുറിപ്പുകൾ ഇറക്കാം, നമുക്ക് പ്രമേയം പാസ്സാക്കാം, അങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഓൾറെഡി AC-യുടെ പ്രോബ്ലം ടെക്നിക്കലായിട്ട് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എനിക്കുണ്ടായ പ്രശ്നം ഇവർ പറഞ്ഞ സെയിം സംഭവമാണ്. എനിക്ക് ഗതികേടിന് എക്സ്റ്റൻഡഡ് വാറണ്ടി ഞാൻ എടുത്തിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തവരെല്ലാം ഹാപ്പിയാണ്. പക്ഷേ ഈ എക്സ്റ്റൻഡഡ് വാറണ്ടി പീരീഡ് കഴിയുമ്പം എല്ലാവരും ഫേസ് ചെയ്യേണ്ട പ്രോബ്ലം തന്നെയാണിത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എക്സ്റ്റൻഡഡ് വാറണ്ടി ലൈഫ് ലോങ് തരികയില്ലല്ലോ, 3 വർഷത്തേക്കല്ലേ തരുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഡെഫിനറ്റ്ലി, പ്രത്യേകിച്ചും ആദ്യം ബാച്ചിലെടുത്ത ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇതുണ്ടാവും. കാരണം ഇറ്റ് ഇസ് എ
ഡിസൈൻ ഫെയിലിയർ ഉള്ളി. ഞാൻ ഡിസൈൻ ഫെയിലിയർ ആണെന്നും പറഞ്ഞ് വഴക്കടിച്ച് 2 മാസക്കാലം AC ഇല്ലാതെ വണ്ടി ഓടിച്ചു. എന്നിട്ട് ഞാൻ ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ലക്ലി മലയാളം മോട്ടോഴ്സിലെ വർക്സ് മാനേജർ ഹപ്പൻ ടു ബി മൈ ഫ്രണ്ട്. കാലങ്ങളായിട്ട് അദ്ദേഹം മാരുതിയിലുള്ള കാലം മുതൽ എനിക്ക് മാരുതി മുതൽ ഞാൻ എടുത്ത എല്ലാ പിന്നെ അത് കഴിഞ്ഞ് വേറെയും വണ്ടികളെടുത്തപ്പോൾ അതിലൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹം. അങ്ങനെ എല്ലായിടത്തും ഇയാളുമായിട്ട് നമ്മളെന്നും ഇങ്ങനെ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇൻട്രസ്റ്റ് എടുത്ത് ആണ് ഗുഡ് വില്ല് എനിക്ക് ചെയ്തു തന്നത്. ഫോർ ദാറ്റ് 2 മാസം AC ഇല്ലാതെ വണ്ടി ഓടിച്ചു. അങ്ങനെയാണ്, അല്ലാണ്ട് ഈസി ആയിട്ട് അവർ ഗുഡ് വില്ലൊന്നും തന്നില്ല. എൻ്റെ ഇടയ്ക്ക് ടാറ്റയുടെ ഒഫീഷ്യൽസുമായിട്ടും ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ടായി പല പ്രാവശ്യം. ഞാൻ പറഞ്ഞ എനിക്ക് പിന്നെ മാറി തന്നില്ല എങ്കിൽ സാറ് പറഞ്ഞ പോലെ ഞാൻ ലീഗലായിട്ട് പോകുമെന്ന് തന്നെ ചലഞ്ച് ചെയ്തിട്ടാണ് ഗുഡ് വില്ല് തന്നത്. ഇവർ പറഞ്ഞത് ഗുഡ് വിൽ എന്നാണ്, അവരുടെ ഔദാര്യം എന്നുള്ള നിലക്കാണ് ഇത് തരുന്നത്. അതെ, അവരുടെ അല്ല അവരുടെ പിന്നെ ഡിസൈൻ ഫോൾട്ടിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബാറ്ററിയുടെ കാര്യത്തിലും അടിയിൽ സ്ക്രാച്ച് ഉണ്ട്, പിന്നെ ഡാമേജ് ആണ്, തരികയില്ല, ഇൻഷുറൻസിൽ പോകുമെന്നൊക്കെ പറയുന്ന മാതിരി അതൊക്കെയാണ് ഇവർ ട്രൈ ചെയ്യുന്നത്. കാരണം ഇവർ ഇത്രയും വിചാരിച്ചില്ല ഇത്രയും ഫെയിലിയേഴ്സ് ഉണ്ടാവുമെന്ന്. ബിക്കോസ് ദേ ആർ ഡൂയിങ് R&D വിത്ത് അസ്. സിമ്പിൾ. നെക്സണിൻ്റെ കാര്യം എല്ലാവരും ഹൈലൈറ്റ് ചെയ്തു. AC യുടെ ഇഷ്യൂ. ഞാൻ ടിഗോർ യൂസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ഏകദേശം 1 വർഷമായിട്ട് ഈ AC യുടെ ഇഷ്യൂ ഞാൻ പലതവണ പറയുന്നുണ്ട്. അവർക്ക് ഇതുവരെയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണെന്ന്. ഓരോ പ്രാവശ്യം സാറ് പറഞ്ഞ പോലെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഇവർ പോകുന്നത്. എല്ലാ പ്രാവശ്യവും കൊണ്ട് ചെല്ലുമ്പോഴും അവർ പറയുന്നത് ഈ കോമ്പണൻറ്റ് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി, ക്ലീൻ ചെയ്ത് നോക്കി, മറ്റേത് ചെയ്ത് നോക്കി. ഇപ്പം റീസെൻ്റായിട്ട് പറഞ്ഞ എന്തോ സെൻസറിൻ്റെ ഇഷ്യൂ ആണ്, അതിനെന്തോ കോമ്പണൻറ്റ് ഏർജൻറ്റായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് റീപ്ലേസ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമായി. ഏർജൻസി എന്താണെന്ന് അവർക്കും അറിയത്തില്ല. 1 മാസമായിട്ട് ഏർജൻറ്റായിട്ടൊരു സാധനം വന്നില്ലെങ്കിൽ എന്താണ് അവർ ഏർജൻസി എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കും മനസ്സിലായിട്ടില്ല. സോ ഇത് നെക്സണിൽ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഇഷ്യൂവിനെ പറ്റി എനിക്കും ഒരു ഐഡിയ കിട്ടുന്നത്. ഇങ്ങനെ ഒരു ഇഷ്യൂ ആണോ എന്ന് പോലും അവരും എൻ്റെ അടുക്ക് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. എനിക്കും അറിയില്ലായിരുന്നു ഇതിനെപ്പറ്റി. സോ നെക്സ്റ്റ് ടൈം ഞാനും ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കാം. മോസ്റ്റ്ലി വേറെ എല്ലാ വണ്ടികൾക്കും ഇതേപോലെ ഇഷ്യൂസ്, കാരണം എൻ്റെ അറിവിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുക്ക് ചോദിച്ചപ്പോൾ കുറേ പേർക്ക് ഈ AC യുടെ ഇഷ്യൂ അവർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, നോട്ട് ജസ്റ്റ് നെക്സൺ. എനിക്ക് പ്രോബ്ലം ഉണ്ടായ 3 വർഷത്തിന് ശേഷമാണ്. അതുകൊണ്ട് 1 വർഷം ആയതുകൊണ്ട് പ്രോബ്ലം ഉണ്ടായില്ല, ഇനി ഉണ്ടാകില്ല എന്ന് വിചാരിക്കേണ്ട. അത് അവർ ഇത് പുതിയ വണ്ടി ഇറങ്ങുന്നതിന് ഇനി ടെക്നോളജി മാറ്റുമോ, പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈൻ. അതർവൈസ് ടെക്നോളജിയുടെ ഫെയിലിയർ തന്നെയാണ്. ഇറ്റ് ഇസ് എ ഡിസൈൻ ഫോൾട്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ടാറ്റയുടെ തന്നെ ഇപ്പം നമ്മുടെ നെക്സോൺ ടിയാഗോ പഞ്ചൊഴിച്ചിട്ട് ബാക്കി എല്ലാ കാറും ഐസ് കൺവേർട്ടഡ് ആണല്ലോ. പെട്രോൾ കൗണ്ടർ പാർട്സിന് ഇഷ്യൂസ് വരുന്നത് എസ്പെഷ്യലി AC കംപ്രസർ വളരെ കുറവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് AC കംപ്രസർ ഇപ്പം നമ്മുടെ പെട്രോൾ കാറിനെ വെച്ച് നോക്കാൻ നേരത്ത് കംപ്രസറിൻ്റെ ഡിസൈൻ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. EVയുടെ കേസിൽ സാധാരണ ഇത്ര ലോഡ് AC വേണ്ടിയിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. പൊതുവേ ഇന്ത്യൻ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ഹോട്ടറാണ്, യൂറോപ്യൻ കണ്ടീഷൻസും ചൈനീസ് കണ്ടീഷൻസും വെച്ചിട്ട്. നമ്മുടെ EVയുടെ അകത്ത് യൂസ് ചെയ്യുന്ന മിക്ക സബ് കോമ്പണൻസും ചൈനീസ് കമ്പനീസും സോഴ്സ്ഡാണ്. അത് നമ്മുടെ ടാറ്റ മാത്രമല്ല ഏതൊരു ബ്രാൻഡിനും. ഇന്ത്യയിലോട്ട് ഈ കോമ്പണൻസ് ചൂസ് ചെയ്യുന്ന നേരത്ത് കറക്റ്റായിട്ടുള്ള ലോഡ് കാൽക്കുലേഷൻ ഇല്ലാണ്ടായിരിക്കും ഈ കോമ്പണൻസ് ചൂസ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ഒരു പക്ഷേ ഓവർലോഡിങ് കാരണമായിരിക്കും ചിലപ്പോൾ ഇത് ഫെയിൽ ആവുന്നത്. ഇത് ടാറ്റയിൽ മാത്രമല്ല MGയുടെ കാറിലും AC ഫെയിൽ ആവുന്നതും AC വീക്ക് ആവുന്നതും വളരെ നല്ലപോലെ കേൾക്കാറുണ്ട്. എൻ്റെ അടുത്ത് MGയുടെ കോമറ്റും ഉണ്ട്. ഇതിൻ്റെ മുകളിലും കാറ് വാങ്ങിയിട്ട് 1 വീക്കിൻ്റെ അകത്ത് തന്നെ AC ഫെയിൽ ആയിട്ടുണ്ട്. ബട്ട് അവർ സം സോർട്ട് ഓഫ് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡേഷനും പിന്നെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടാണ് തിരിച്ചു തന്നിരിക്കുന്നത്. അടുത്ത വീക്ക് ഇത് വീണ്ടും പോയിട്ടുണ്ട്. മനസ്സിലാക്കുന്നത് മിക്കവാറും ഇതിന് വരാൻ ചാൻസ് ഉള്ളത് പുറത്തുള്ള കോമ്പണൻസ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ നേരത്ത് അത് ഇന്ത്യൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് R&D നടത്തത്തെയാണ്. പിന്നെ രണ്ടാമത്തെ ഇതിന് വരുന്ന മെയിൻ ഒരു പ്രോബ്ലം ലാക്ക് ഓഫ് ചൈൽഡ് പാർട്സ് എന്നുള്ളതാണ്. ദിസ് ഇസ് നോട്ട് AC സ്പെസിഫിക്. നമ്മൾ EVയിലുള്ള മെയിൻ കോമ്പണൻസ് നമ്മളിപ്പം EVൻ്റെ മെറിറ്റായിട്ട് ഞാനൊക്കെ ക്ലാസ് എടുക്കുന്ന നേരത്തെ പറയാറുണ്ട് ഇതിൻ്റെ അകത്ത് മേജർ കോമ്പണൻസ് ഉള്ള വളരെ കുറവാണെന്നുള്ളത്. പക്ഷേ ഈ മേജർ കോമ്പണൻസ് ചൈൽഡ് പാർട്ട് എന്ന് പറഞ്ഞൊരു കാര്യമല്ല. നമ്മളൊരു പെട്രോൾ എഞ്ചിൻ്റെ അകത്ത് 1000 കോമ്പണൻസ് ഉണ്ട്. ഈ 1000 കോമ്പണൻസും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ മോട്ടറിൻ്റെയോ ബാറ്ററിയുടെ യൂണിറ്റിൽ കുറച്ചും കൂടി വന്നിട്ടുണ്ട്. പക്ഷേ മോട്ടറിൻ്റെ യൂണിറ്റിൽ എന്തൊന്നായി കഴിഞ്ഞാലും ആ എൻറ്റയർ അസംബ്ലി വർത്ത് 5 lakhs റീപ്ലേസ് ചെയ്യാറാണ്. പിന്നെ നമ്മൾ വിചാരിക്കും കാറ് വാങ്ങിയ 12 ലക്ഷം രൂപയ്ക്കാണ്, അപ്പോൾ ഇതിന് 2 ലക്ഷം രൂപ വില വരും എന്നുള്ളത്. പക്ഷേ കാറ് വാങ്ങാൻ നേരത്തെ മാനുഫാക്ചറിങ് ടൈമിൽ 5% GSTയിലാണ് ഈ കോമ്പണൻറ്റ് കിട്ടുന്നത്.
അതിനുശേഷം ഇത് ഇമ്പോർട്ടഡ് ആണെങ്കിൽ 48% GST വരുന്നത്. നമ്മളിപ്പം ബാറ്ററി പാക്കൊക്കെ ഇൻഷുറൻസിൻ്റെ അകത്ത് ക്ലെയിം ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ ബ്രേക്കപ്പ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ GST കാര്യങ്ങൾ കാണാൻ പറ്റും. നൗഷാദിൻ്റെ ബാറ്ററി പാക്കിൻ്റെ കേസിലൊക്കെ അന്ന് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്, നമ്മൾ സർവീസ് സെൻ്ററായിട്ട് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ വേർബലായിട്ട് പറയുന്നത് അത് എവിടെയും ആക്സെപ്റ്റ് ആവില്ല. ഇപ്പം നമ്മൾ സർവീസ് സെൻ്ററിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, അവർ തരുന്ന റെസ്പോൺസ് നമുക്ക് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയാം, നിങ്ങളിത് മെയിലായിട്ട് അയച്ചു തരുമോ, നിങ്ങളുടെ ഒഫീഷ്യൽ മെയിൽ ID എന്താണ്, ഞാൻ ടാറ്റ മോട്ടോഴ്സിന് CC വെച്ചിട്ട് മെയിൽ അയക്കാം. നിങ്ങൾ ഈ പറയുന്ന അതായത് ഇതൊരു ഡിസൈൻ ഫോൾട്ട് അല്ല, ഇതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ല, ഇങ്ങനെ മറുപടി തരികയാണെങ്കിൽ അത് വളരെ പ്രോപ്പറായിട്ട് ഇമെയിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ടാറ്റ മോട്ടോഴ്സിനൊക്കെ മെയിൽ അയക്കുന്ന നേരത്ത് സിമ്പിളായിട്ടുള്ള 2 വരിയിലല്ല മെയിൽ അയക്കേണ്ടത്. ഡിസ്ക്രിപ്റ്റീവായിട്ട് പ്രോപ്പർ വേർഡ്സ് യൂസ് ചെയ്തിട്ട് അത് ചെയ്യണം. അതും ചിലപ്പോൾ നമ്മൾ മലയാളം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അത് കിട്ടിയില്ല എന്ന് വരാം. ഇപ്പം ഗ്രൂപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ആ വേർഡ്സ് കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാറ്ററിയുടെ കേസിൽ എല്ലാവരും പറയാറുണ്ട്, ബാറ്ററിയുടെ അടിഭാഗത്ത് ഡാമേജ് വന്നതിനെക്കൊണ്ട് വാറണ്ടി കിട്ടിയില്ല എന്ന്. മാനുഫാക്ചർ തന്നെ പറയും, നിങ്ങളെന്നെ സംബന്ധിച്ചൊരു ഡാമേജ് വന്നു, പിന്നെ എങ്ങനെയാണ് വാറണ്ടി തരിക എന്നുള്ളത്. അപ്പം വാറണ്ടിക്ക് ഡാമേജ് എന്നുള്ള വേർഡ് മാറ്റിയിട്ട് പെരിഫറൽ സ്ക്രാച്ചസ് അല്ലെങ്കിൽ വെയർ ആൻഡ് ടയർ സ്ക്രാച്ചസ് ഓൺ ദ ബോട്ടം ട്രൈ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാറണ്ടി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതേപോലത്തെ കാര്യങ്ങളാണ് ഇതിൽ മെയിൻലി നോക്കേണ്ടത്. ഇപ്പോൾ AC-യുടെ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് മര്യാദയ്ക്ക് ലോഡും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സബ്പാറായിട്ടുള്ള കോമ്പണൻറ്റ് യൂസ് ചെയ്തു, പിന്നെ ഇതിൻ്റെ മുകളിൽ റിപ്പയറിന് ഒരു ഓപ്ഷൻ വരുന്നില്ല, അതിന് എൻറ്റയർ അസംബ്ലി എന്നുള്ള മാറ്റമാണ്. അതുകൊണ്ടാണ് മെയിൻലി ഇഷ്യൂസ് വരുന്നത്. ഇതിലെ കംപ്രസർ എല്ലാ കംപ്രസറുകൾക്കും സാധാരണ നോർമലി 10 years മിനിമം ഗ്യാരണ്ടിയാണ്. ഒരു ഫ്രിഡ്ജ് മേടിച്ചാൽ അതിലെ കംപ്രസർ, ഒരു എയർ കണ്ടീഷണർ നമ്മൾ വീട്ടിൽ മേടിച്ചാൽ അതിലെ കംപ്രസർ. ഈ കംപ്രസറിന് നോർമൽ കേസിൽ ഒരു ഫോൾട്ടേ വരില്ല. ആ ഫോൾട്ട് വരാത്ത സാധനം നമ്മൾ എന്തിനാണ് വെറുതെ മാറ്റുന്നത്? അത് 10 years മിനിമം ഗ്യാരണ്ടി എല്ലാ മാനുഫാക്ചറേഴ്സും കൊടുക്കുന്നതാണ് കംപ്രസർ. അത് ഹെർമെറ്റിക്കലി സീൽഡ് കംപ്രസറാണ്. അപ്പോൾ ഈ കംപ്രസറിലേക്ക് ഈ കൂളൻ്റ് വരുന്നത് അവർക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ബൈ ഡിസൈൻ ഓൾട്ടറേഷൻ. ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിച്ചല്ലോ, അപ്പോൾ ടിഗോറിൻ്റെ കേസിൽ വന്നു എന്ന് പറഞ്ഞു. ഇത് നാളെ നിങ്ങൾക്ക് ആർക്കും വരാം. കാരണം ഇവർക്ക് ഈ ഡിഫക്റ്റ് 3 വർഷത്തിന് ശേഷമാണ് ഇവർ കണ്ടെത്തിയെന്നുള്ളത് കൊണ്ട് തന്നെ ഇവരിത് കറക്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇത് മെക്കാനിക്കൽ ഡിഫക്റ്റ് അല്ല, കൊറോഷനോ അങ്ങനെയുള്ള എന്തോ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. അപ്പോൾ ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വാറണ്ടി പീരീഡിലല്ലേ, കാര്യങ്ങൾ ഇപ്പോഴേ മെയിലിൽ അയച്ച് റെക്കോർഡിക്കലാക്കി വെക്കുക. കാരണം നാളെ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്യൂ കാണുന്നത്. അന്നേരം നിങ്ങൾക്ക് പറയാം, ഞാൻ വാറണ്ടി പീരീഡിൽ റിപ്പോർട്ട് ചെയ്തായിരുന്നു, നിങ്ങൾ സോൾവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണെന്നുള്ളത്. അതുകൊണ്ട് എല്ലാ സംഗതികളും എല്ലാ യൂസേഴ്സും മെയിൽ വഴി റെക്കോർഡിക്കലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് ഇഷ്യൂ ഉള്ളത് സ്ലോ ചാർജറിൻ്റെ കേസാണ്. നിങ്ങളുടെ ചാർജർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് പോർട്ടബിൾ ചാർജർ എന്ന് പറഞ്ഞാൽ ടാറ്റ തരുന്ന ചാർജർ 13 ആംപിയർ റേറ്റഡ് ചാർജറാണ്. ടാറ്റ ഒരു ലെഗ്രാൻഡിൻ്റെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബോക്സും തരുന്നുണ്ട്. ഒരു 16 ആംപിയർ സോക്കറ്റ് ഉള്ള ഒരു ബോക്സ് തരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ സോക്കറ്റ് 16 ആംപിയർ റേറ്റഡ് ആണ്. 16 ആംപിയർ കണ്ടിന്യൂസ് കറണ്ട് ഫ്ലോ തരാൻ അത് റേറ്റഡ് ആണ്. നമ്മളെ ചാർജർ മാക്സിമം 13 ആംപിയറേ എടുക്കുകയുള്ളൂ. ഇതിനെ 16 ആംപിയർ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് 2.5 സ്ക്വയർ mm കേബിൾ മതി. ഈ വയറിങ് വെച്ചിട്ട് ആണ് നമ്മളെ ബാക്കി എല്ലാ എക്യുപ്മെൻറ്റ്സും വർക്ക് ചെയ്യും. ടാറ്റയുടെ ചാർജർ മാത്രം ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ട്. ഇത് നമ്മൾ തുടക്കത്തിൽ, ഇപ്പം ഞാൻ 2020 വണ്ടി എടുത്തതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് തുടക്കത്തിൽ ഈ ചാർജർ ഫുൾ പവറിൽ ചാർജ് വരുന്നു. ആൾമോസ്റ്റ് 3 കിലോവാട്ടിൽ ചാർജ് ആവുമായിരുന്നു. കുറച്ച് നേരം ചാർജ് 2 മണിക്കൂർ ചാർജ് ആവും. പിന്നെ എന്ത് ചെയ്യും, റെഡ് ലൈറ്റ് ഇൻഡിക്കേഷൻ വരും, ചാർജിങ്ങിൻ്റെ റേറ്റ് കുറയും. ഈ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ടാറ്റ എന്താ ചെയ്തതെന്നറിയോ? കുറച്ച് പേർക്ക് ഈ ചാർജർ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇത് കണ്ടിന്യൂസ് വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നു. പ്രൈം അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് പേരിട്ടിട്ട് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നു. ഈ അപ്ഡേറ്റിൽ ഇവരെന്താ ചെയ്തത്, 3.3 കിലോവാട്ട് എന്നുള്ള ചാർജർ, നമ്മുടെ ടാറ്റയുടെ ചാർജർ, ഈ ചാർജറിൻ്റെ അകത്ത് ഒരു റെസിസ്റ്റർ ഉണ്ട്, 2 പിന്നെ നമ്മൾ റെസിസ്റ്റർ ഉണ്ട്. ഈ റെസിസ്റ്റർ അനുസരിച്ചാണ് ഇത് 13 ആംപിയറിൻ്റെ ചാർജറാണോ അതോ ഈ 16 ആംപിയറിൻ്റെ ചാർജറാണോ 20 ആംപിയറിൻ്റെതാണോ എത്രയെന്നുള്ളത് ഇത് മനസ്സിലാക്കുന്നത് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ അനുസരിച്ചാണ്. അപ്പോൾ ഈ 16 ആംപിയർ റേറ്റഡ് ചാർജർ ഇതിനകത്ത് കുത്തിക്കഴിഞ്ഞാൽ ടാറ്റയുടെ ഓൺബോർഡ് ചാർജർ കണ്ടെത്തും, ഓക്കെ ഇത് ടാറ്റയുടെ ചാർജർ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 3.3 കിലോവാട്ടിൽ ചാർജ് ചെയ്യേണ്ട 2.6-ൽ ചാർജ് ചെയ്താൽ മതി എന്ന് തീരുമാനിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാതെ ചാർജിങ്ങിൻ്റെ പവർ റെഡ്യൂസ് ചെയ്തു, അതുവഴി കറണ്ട് ഡ്രോ റെഡ്യൂസ് ചെയ്തു. ഇങ്ങനെയാണ് ഇവർ ഈ പ്രോബ്ലത്തിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചതുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഗോവിന്ദിന് കൂടുതൽ സംസാരിക്കാനുണ്ടാവും. ഇത് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ടോപ്പിക്കാണ്, ഞാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ട് പറയാൻ വേണ്ടി നോക്കാം.
ഇപ്പം ടിയാഗോ യൂസ് ചെയ്യുന്ന ആൾക്കാരും ലോങ് റേഞ്ച് നെക്സോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും പഞ്ചുള്ള ആൾക്കാർക്കും ടാറ്റ ചിലപ്പം ഒരു വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ചാർജർ തന്നിട്ടുണ്ടാവും, ബ്ലാക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ മതിൽ പിടിപ്പിച്ച് വെക്കുന്നത്. അതിനിത് ബാധകമല്ല. ഇത് വരുന്നത് പോർട്ടബിൾ ചാർജറിലാണ്. അതായത് ലാപ്ടോപ്പിൻ്റെ ചാർജറൊക്കെ പോലെ ആ വെള്ളയും മഞ്ഞയും കേബിൾ വരുന്ന ചാർജറില്ലേ, നമ്മൾ 16 ആമ്പിയർ സോക്കറ്റിൽ കുത്തുന്നത്, അതിൻ്റെ മുകളിലാണ് ഇത് ബാധകം. ആ, കറുപ്പ് കേബിളും മഞ്ഞ കേബിളും വെള്ള ബോക്സും വരുന്നത് പോർട്ടബിൾ ചാർജർ. ഈ പോർട്ടബിൾ ചാർജർ നമ്മൾ വണ്ടി വാങ്ങുന്ന ടൈമിൽ ടാറ്റ അവകാശപ്പെട്ടത് 9 മണിക്കൂറിൽ ചാർജ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. 3.3 kW ചാർജർ എന്നാണ് വിളിക്കാറുള്ളത്. ഈ 3.3 kW എന്ന് പറയാൻ നേരത്ത് കറണ്ടിൻ്റെ ടേംസിലാക്കാൻ നേരത്ത് 16 ആമ്പിയറാണ് വരുന്നത്. ഇപ്പം നമ്മളെ ലെഗ്രാൻഡിൻ്റെ സോക്കറ്റ് 16 ആമ്പിയറിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സോക്കറ്റാണ്. ഇത് തന്നെയാണ് മഹേന്ദ്ര യൂസ് ചെയ്യുന്നതും എം ജി യൂസ് ചെയ്യുന്നത്. ഈ സെയിം സോക്കറ്റിൽ നമ്മൾ ടാറ്റയുടെ പോർട്ടബിൾ ചാർജർ കുത്താൻ നേരത്ത് ഈ പോർട്ടബിൾ ചാർജറിൻ്റെ ഹെഡ് മാത്രം ചൂടാവും. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ 4-5 മണിക്കൂർ ചാർജ് ചെയ്തിട്ട് മെയിൻസ് ഓഫാക്കി കഴിഞ്ഞിട്ട് ചാർജറിൻ്റെ ഹെഡെന്ന് മീൻസ് വോളിലോട്ട് കുത്തുന്ന പോർഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ലപോലെ ചൂടാവും. അപ്പം സാധാരണ ടാറ്റയുടെ സർവീസ് സെൻ്റർ എന്ന് പറയാറുള്ളതാണ് വോൾട്ടേജിൻ്റെ ഡ്രോപ്പ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അവിടെ ഒരു എർത്തിങ്ങിൻ്റെ ഫോൾട്ട് ആവുന്നുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ലൈനിൽ പാസ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഒരേപോലെ ഹീറ്റിംഗ് വരേണ്ടതാണ്. നമ്മൾ എക്സ്റ്റൻഷൻ കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും എക്സ്റ്റൻഷൻ കേബിളിൻ്റെ ഹെഡിന് ഹീറ്റിംഗ് ഉണ്ടാവില്ല, പോർട്ടബിൾ ചാർജറിൻ്റെ ഹെഡിന് മാത്രമേ ഹീറ്റിംഗ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ മെയിൻ കാരണം ഇംപ്രോപ്പർ ആയിട്ടുള്ള ക്രിമ്പിങ് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് പല സൊല്യൂഷൻസ് ആയിട്ട് ആൾക്കാർ 4 സ്ക്വയർ വയറൊക്കെ യൂസ് ചെയ്യാന്നുള്ള പറയാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹാഫ് മെഷേഴ്സിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതേപോലത്തെ ഒരു ഹാഫ് മെഷറാണ് നമ്മൾ അതിൻ്റെ വേണ്ടി ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള കൂളിംഗ് കൊടുക്കുക എന്നുള്ളത്. എൻ്റെ ഈ പോർട്ടബിൾ ചാർജർ ഞാൻ 3 വട്ടം വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്തതാണ് ഈ സെയിം ഇഷ്യൂ കൊണ്ട്. അവർ പറഞ്ഞു ഇത് എൻ്റെ കാറിൻ്റെ ഫോൾട്ട് കൊണ്ട് വരുന്നതാണ്, അല്ലെങ്കിൽ കാറിൻ്റെ വീട്ടിലെ ലൈനിൻ്റെ ഫോൾട്ട് കൊണ്ടാണെന്നുള്ളത്. അവരുടെ സർവീസ് സെൻറ്ററിൽ കുത്താൻ നേരത്ത് അവർ 2 മണിക്കൂർ കുത്താൻ നേരത്ത് ഇഷ്യൂ വരില്ല. നമ്മളൊന്ന് ഓഫാക്കി കുറച്ച് നേരം കഴിഞ്ഞ് ഓൺ ആക്കാൻ നേരത്ത് ഇഷ്യൂ വരില്ല. ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തത് അവസാനം അവരവിടുന്ന് സർവീസ് സെൻറ്ററിൽ ചാർജ് ചെയ്തു. അതിന് ഇഷ്യൂ ഇല്ലെന്ന് പറയാൻ നേരത്ത് ആ സർവീസ് സെൻറ്ററിലെ അഡ്വൈസറിൻ്റെ കയ്യിലോട്ട് ഞാൻ ഈ ഹെഡ് കൊണ്ടുവച്ചു. എന്നിട്ട് ഇത് 10 സെക്കൻഡ് വിടാണ്ട് പിടിച്ചു നിൽക്കാൻ പറഞ്ഞു. കൈ പൊള്ളിയിട്ട് വിടേണ്ടി വന്നു അവർക്ക്, അത്രയ്ക്കും ചൂടാണ് വന്നത്. അതിനുശേഷം ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിലെ ഒരു സ്ക്രീൻഷോട്ട് അവർക്ക് എടുത്ത് കാണിച്ചു കൊടുത്തു. IS 1293 സ്റ്റാൻഡേർഡ് പ്രകാരം ഏതൊരു 16 ആമ്പിയറിൻ്റെ പ്ലഗ് ടോപ്പും 80 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകാൻ പാടില്ല. ഇത് അതിൻ്റെ മുകളിൽ പോകുന്നത് കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് മെൽറ്റ് ചെയ്ത് പോകുന്നതും പവർ കുറയുന്നതും ഇഷ്യൂസ് വരുന്നത്. ടാറ്റ ഇതിനെ വെച്ച് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ്ങിൻ്റെ പവർ കുറയ്ക്കുക എന്നുള്ളത്. 3 കിലോവാട്ടിൽ ചാർജ് ആവുന്നത് അവർ നേരെ 2.6 കിലോവാട്ടിലോട്ട് കുറച്ച് കഴിഞ്ഞു. ഇപ്പം എനിക്ക് പ്രൈം ഔട്ടേജിൻ്റെ മുകളിൽ പണ്ട് കുറേ ഇഷ്യൂസും കാര്യങ്ങളും വരാറുണ്ടായിരുന്നു. അതിന് മെയിൻ കാരണം 9 മണിക്കൂറിൽ ചാർജ് ആവുന്ന വണ്ടി 11 മണിക്കൂറാണ് ചാർജ് ആവുന്നത്. മെയിൻലി നമ്മളിപ്പോൾ സാധാരണ കാർ യൂസ് ചെയ്യുന്ന നേരത്ത് രാവിലെ ഓഫീസിൽ പോകുന്നതിൻ്റെ മുന്നേ കാറ് ഫുള്ളാവണം എന്ന വിധത്തിലാണ് നമ്മൾ കുത്തിയിടാറുള്ളത്. ഇത് കാരണം നമ്മൾ 2 മണിക്കൂർ നേരത്തെ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ ആയിട്ട് വന്നത്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 സൊല്യൂഷനാണ്. ഒന്ന് ടാറ്റ ഇതിനെ റോൾ ബാക്ക് ചെയ്തെടുക്കുക. റോൾ ബാക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് പോർട്ടബിൾ ചാർജറിൻ്റെ ഫുൾ പവറിൽ ചാർജ് ചെയ്യാൻ വേണ്ടി അലവ് ചെയ്യിപ്പിക്കുക. അതല്ലെങ്കിൽ നമ്മൾ വാൾ മൗണ്ടഡ് ചാർജറാണെന്ന് കാറിന് തോന്നുന്ന വിധത്തിലുള്ള ഒരു മോഡിഫൈഡ് ഫോം ഓഫ് ചാർജർ വാങ്ങി യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പം എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന വാൾ മൗണ്ടഡ് ചാർജറുണ്ട്. എനിക്കിതിൽ കുത്തി കഴിഞ്ഞാൽ 3.3 കിലോവാട്ട് ഫുൾ പവർ കിട്ടും. KCBൻ്റെ AC ചാർജറിൽ പോയി കഴിഞ്ഞാൽ 3.3 ഫുള്ള് കിട്ടും. പക്ഷേ ടാറ്റ എന്ന ചാർജർ കുത്തി കഴിഞ്ഞാൽ 2.6 മാത്രമേ കിട്ടുള്ളൂ. അതായത് അറൗണ്ട് 15% അടുത്ത് ഡിഫറൻസ് ഉണ്ട് ചാർജിങ്ങിൻ്റെ ടൈമിൽ. അത് നമ്മളെ ലേമാൻ ടേംസിൽ പറയുകയാണെങ്കിൽ രാവിലെ 7 മണിക്ക് എൻ്റെ കാറ് ഫുള്ളാവും, മറ്റേ കേസിൽ എനിക്ക് രാവിലെ 9 മണി വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻലി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 1-2 പോയിൻ്റ് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഈ ചാർജർ ഉണ്ടല്ലോ, ഇതിന് ടാറ്റ വിളിക്കുന്ന പേര് പോർട്ടബിൾ ചാർജർ എന്നാണ്. അതിന് മീനിങ് എന്താ? നമ്മളെ വണ്ടി എവിടെയൊക്കെ പോകുന്നോ അവിടെ മുഴുവൻ വണ്ടീൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി കുത്തി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാർജർ തന്നിരിക്കുന്നത്. അതായത് ടാറ്റ പറയുന്നത് നിങ്ങളെ ലെഗ്രാൻഡ് ബോക്സിൽ ചാർജ് ചെയ്യണം, നിങ്ങൾ അവിടെ ഇവിടെയും കൊണ്ടുപോയി ചാർജ് ചെയ്തെന്നൊക്കെ പറയും. പക്ഷേ അതിനല്ല. പോർട്ടബിൾ ചാർജർ എന്ന് പറഞ്ഞ മീനിങ് എന്താ? നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ, ഫാമിലിയുടെ വീട്ടിൽ, KSEBയുടെ പോസ്റ്റിൻ്റെ മേലെ ഇരിക്കുന്ന ചാർജർ ഇവിടെ എല്ലാം കൊണ്ടുപോയി ഇത് കുത്താൻ പറ്റണം. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് കുത്തി എവിടെ നിന്ന് വേണമെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മേലെ ഫാന് പിടിപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ 4 സ്ക്വയർ അല്ലെങ്കിൽ 6 സ്ക്വയർ കേബിൾ വെച്ചു. ഇത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ചെയ്യാം. നിങ്ങൾക്ക് പോയിട്ട് KSEBിൻ്റെ പോസ്റ്റിലിരിക്കുന്ന അതിൻ്റെ മേലെ ഈ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പോൾ അവിടെ കൊണ്ട് കുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചാർജർ ചൂടാവും, ചിലപ്പോൾ കത്തിപ്പിടിക്കും, തീ പിടിക്കും, എന്തെങ്കിലുമൊക്കെ വലിയ നാശനഷ്ടം സംഭവിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിൻ്റെ വീടായിരിക്കും കത്തിപ്പിടിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു സേഫ്റ്റി ഇഷ്യൂ കൂടെയാണ്. ഇതിൽ സേഫ്റ്റി ഇഷ്യൂ ഉണ്ട്. രണ്ടാമത്തെ കേസ് ടാറ്റ ചീറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളോട് തുടക്കത്തിൽ പറഞ്ഞു 9 മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ 8 മണിക്കൂർ 10 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 3.3 കിലോവാട്ടിൽ ചാർജർ ഉള്ള വണ്ടി നമുക്ക് തന്നിട്ട്
ഒരു അപ്ഡേറ്റ് വഴി അത് 2.6 ആയി ലിമിറ്റ് ചെയ്തു. അപ്പോൾ 2 കാര്യമാണ് അതിനകത്ത്. ഒരു സേഫ്റ്റി ഇഷ്യൂ ഉണ്ട്, 2 ഈ പിന്നെ ചീറ്റിങ്ങിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ ഇതിനകത്തും നമ്മൾ ശരിയായിരിക്കാം, നമ്മളെ സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടും മറ്റും നമ്മൾ ഈ ഫാനോ അല്ലെങ്കിൽ മറ്റ് പൊടിക്കൈകൾ ചെയ്യും. പക്ഷേ ഈ പൊടിക്കൈകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സേഫ്റ്റി തന്നെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. കാരണം ഈ പൊടിക്കൈയും കൊണ്ട് നമുക്ക് എല്ലായിടത്തും കൊണ്ട് നടക്കാൻ പറ്റില്ല. നമുക്ക് ഈ പോർട്ടബിൾ ചാർജറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഫണ്ടമെൻ്റലി അതിൻ്റെ പർപ്പസ് ഡിഫീറ്റ് ചെയ്യാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ 4 സ്ക്വയർ mm കേബിൾ കൊണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ചൂടാവുന്നുണ്ട്, അവിടെയും ചൂടാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം കോപ്പറിൻ്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് കണ്ടക്ട് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഈ തിക്ക് കേബിൾ വഴി കണ്ടക്ട് ചെയ്ത് പോകുന്നതുകൊണ്ട്, അല്ലാണ്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് യാതൊരു കുറവുമില്ല. അതുകൊണ്ട് ആ ഒരു ഡിഫക്റ്റ് കാണിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നു മാത്രം. ഓക്കെ, ഇതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് കേസ് ഉണ്ടായിരുന്നു. അതായത് പോർട്ടബിൾ ചാർജറിൻ്റെ ഹെഡ് ഉരുകിപ്പോയി, പക്ഷേ അത് പുറത്തുള്ള വേറെ തേർഡ് പാർട്ടി 16 ആംപിയർ സോക്കറ്റിൽ കുത്തിയിട്ടാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞത്. ഇത് നടന്നിരുന്നത് കാലിക്കറ്റിൽ തന്നെയായിരുന്നു. ഞാനതിൽ ഇൻ്റർവ്യൂ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 16 ആംപിയർ പ്ലഗ് ടോപ്പ് IS 1293 സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഡസൻ മാറ്റർ ലെഗ്രാൻഡിൻ്റെ സോക്കറ്റാണോ ആങ്കറിൻ്റെ സോക്കറ്റാണോ ABBയുടെ സോക്കറ്റാണോ എന്നുള്ളത്. ഏത് സോക്കറ്റിൽ കുത്തിക്കഴിഞ്ഞാലും ആ ചാർജറിൻ്റെ സേഫ്റ്റിയും വണ്ടിയുടെ സേഫ്റ്റിയും എൻഷുർ ചെയ്യുന്നത് ടാറ്റ ഉണ്ടാക്കിയ ചാർജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ തേർഡ് പാർട്ടി ചാർജർ വാങ്ങി അത് കുത്തിയിട്ട് ഉരുകി കഴിഞ്ഞാൽ പറയാം ടാറ്റ വിറ്റ ചാർജറല്ല എന്നുള്ളത്. ടാറ്റ കൊടുക്കുന്ന ചാർജറിൽ അത് ചൂടാവേണ്ടി നിൽക്കാനും അതിൽ പ്രോപ്പർ തെർമൽ മാനേജ്മെൻറ്റും എൻഷുർ ചെയ്യേണ്ട ടാറ്റയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ചിലപ്പം കുത്തുന്ന സോക്കറ്റിൽ 2.5 സ്ക്വയർ mm വയർ ഉണ്ടാവില്ല, 1.5 ആയിരിക്കും. അവിടെ അപ്പോൾ ഹീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആവേണ്ടതാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ ടെമ്പറേച്ചർ കട്ട് ഓഫ് ഇല്ലാണ്ട് തന്നെയാണ് ടാറ്റയുടെ ഈ ചാർജസൊക്കെ ഉരുകി പോകുന്നത്. അത് കാരണം ഞാൻ ചിലപ്പം കാണാറുണ്ട് മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് പലരും ഈ 16 ആംപിയർ പ്ലഗ് ടോപ്പ് കത്തി നിൽക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് സോക്കറ്റ്സ് വാങ്ങിയിട്ട് വെച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ 4 സ്ക്വയർ mm വയർ യൂസ് ചെയ്തില്ലെങ്കിലോ ഇങ്ങനെ പണി വരുന്നുള്ളത്. അതല്ല ചെയ്യേണ്ടത്. നമ്മൾ വാറണ്ടി പീരീഡിൽ മാക്സിമം തവണ ഈ പോർട്ടബിൾ ചാർജർ റീപ്ലേസ് ചെയ്യാൻ ഞാൻ തന്നെ ടാറ്റയുടെ അടുത്ത് വളരെ പ്രോപ്പറായിട്ട് പറഞ്ഞതാണ്. അവർ പറഞ്ഞു നിങ്ങൾക്ക് ഗുഡ് വില്ലിൻ്റെ മുകളിൽ പോർട്ടബിൾ ചാർജർ തരികയാണ്, ഇനി തരില്ല എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഗുഡ് വില്ലൊന്നും വേണ്ട, ആരുടെയും ഡീലർഷിപ്പ് എന്നുള്ള പോളിസി എനിക്ക് വേണ്ട. ദിസ് പോർട്ടബിൾ ചാർജർ ഇസ് ഡിഫക്റ്റീവ്, ഇത് ചൂടാവുന്നുണ്ട്. ഇത് ചൂടായി നിങ്ങൾ ഡിസൈൻ മാറ്റുന്ന വരെ ഞാനിതിനെ കൺസ്യൂമബിളായിട്ട് കാണും. അടുത്ത വട്ടം ചൂടാവുന്നിടത്ത് ഞാൻ വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത്. അങ്ങനെ ഫസ്റ്റ് ചാർജർ മാറ്റി, സെക്കൻഡ് മാറ്റി, തേർഡും മാറ്റി. ഇനി 4th ചാർജറിൽ അത് എന്ന് വേണമെങ്കിലും വരാം. സാധാരണ ഇത് കാണാറുള്ള സമ്മർ ടൈമിൽ ചാർജ് ചെയ്യാൻ നേരത്താണ്. ഇപ്പം മിക്ക ആൾക്കാരും നമ്മളെ ലെഗ്രാൻഡിൻ്റെ സോക്കറ്റിന് അത് ആ ഡോറ് തുറന്ന് വെച്ചിട്ട് ചാർജ് ചെയ്യുന്നത് കാണാറില്ല. ആ ഡോറ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഈവൺ മോർ ഹീറ്റ് റെസ്ട്രിക്റ്റിംഗ് ആവും. ഇതിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചാർജർ വാറണ്ടിയിൽ നമ്മൾ മാറ്റിക്കൊണ്ടെന്ന് ഇരിക്കുക, ചിലപ്പം ഭാഗ്യം കൊണ്ട് ഈ ക്രിമ്പിങ്ങിന് ഇഷ്യൂ ഇല്ലാത്തൊരു ചാർജർ കിട്ടും. എന്തെങ്കിലും കാരണം കൊണ്ട് പുറമേ കുത്തിയത് കൊണ്ടാണ് അവർ വാറണ്ടി തരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ദ ഫുൾ റൈറ്റ് അതിൻ്റെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വാങ്ങിയിരിക്കുന്ന 16 ആംപിയറിൽ കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടബിൾ ചാർജറാണ്. അത് പോർട്ടബിളാണ്, അത് പോർട്ടബിളായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ചാർജറിൻ്റെ സേഫ്റ്റി എൻഷുർ എൻ്റെ ചാർജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, സോക്കറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ടാറ്റയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ടാറ്റയുടെ സേഫ്റ്റി സിസ്റ്റം വർക്ക് ചെയ്യാത്തതിനെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. സാധാരണ ഡീലർഷിപ്പ്സ് എപ്പം പറയാറുള്ളത് ഞങ്ങളിവിടെ കുത്തി നോക്കിയിട്ട് ഇഷ്യൂ കണ്ടില്ല എന്നുള്ളത്. അവരുടെ അടുത്ത് ഒരു വിധത്തിൽ എഗ്രി ചെയ്യാൻ വേണ്ടി സമ്മതിക്കരുത്. നമ്മൾ കാറിൻ്റെ ചാർജ് നല്ലപോലെ കുറച്ചിട്ട് കൊണ്ട് കൊടുക്കുക, ഫുള്ളാക്കി ചാർജ് ചെയ്യാൻ വേണ്ടി പറയാം. 80-90 വന്നിട്ട് ഡിസ്കണക്ട് ചെയ്യാൻ നേരത്ത് ഈ ഇഷ്യൂ അങ്ങ് വന്നോളും. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. ഇതാണ് മെയിൻലി പ്ലഗ് ടോപ്പ് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, ഇത് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നെക്സൺ ഓണേഴ്സിനാണ് കൂടുതലും കണ്ടുവരുന്നിട്ടുള്ളത്. നാളെ ആർക്കും വരാം, ടാറ്റ ഓണേഴ്സിന് തന്നെ വരണമെന്നില്ല, ആർക്കും വേണം. കാരണം ബേസിക്കലി നിങ്ങൾക്കറിയാം നമ്മളെ വണ്ടി ഫണ്ടമെൻ്റലി ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡ്രിവൺ സാധനമായിട്ടുണ്ട്. പണ്ടത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ പ്യുവർ മെക്കാനിക്കൽ പാർട്സ് ആയിരുന്നു, കംപ്ലീറ്റ്ലി മെക്കാനിക്കലി ഡ്രിവൺ ആയിരുന്നു. പിന്നെ കൂടുതൽ ഇലക്ട്രോണിക്സ് വന്നു. ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി വന്നപ്പോൾ കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ ഡ്രിവൺ ആണ്. ഒരു സോഫ്റ്റ്വെയറിൽ വരുന്ന അപ്ഡേറ്റ് കൊണ്ട് നമ്മളെ വണ്ടിയുടെ കംപ്ലീറ്റ് ഡൈനാമിക്സ് അവർക്ക് മാറ്റാൻ കഴിയും. ഇപ്പോൾ റീസെൻ്റ്ലി ടാറ്റ കൊണ്ടുവന്നൊരു അപ്ഡേറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പ്രൈമിൽ, കാര്യമായിട്ട് പ്രൈം ഓണേഴ്സിനാണ് ഇത് നോട്ട് ചെയ്തത്. 2-3 കാര്യങ്ങളാണ് അവർ അതിൽ മാറ്റിയിട്ടുള്ളത്. ഒന്ന്, ആക്സിലറേറ്ററിൻ്റെ ബിഹേവിയർ മാറ്റി. നിങ്ങൾ 3 കൊല്ലം 4 കൊല്ലം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയുടെ ബിഹേവിയർ ഒറ്റയടിക്ക് വരെ മാറ്റുകയാണ്. നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോകുന്നു, തിരിച്ചിറങ്ങുന്നു, നിങ്ങളുടെ വണ്ടിയുടെ ആക്സിലറേറ്റർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആണ്. നിങ്ങളുടെ വണ്ടി ഇത്രയും കാലം നിങ്ങൾ കണ്ട് പരിചയിച്ച വണ്ടിയല്ല. നിങ്ങൾ അതേ വണ്ടിയെന്ന് വിചാരിച്ചിട്ട് വണ്ടി റോട്ടിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തായിരിക്കും ആക്സിലറേറ്റർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന റേറ്റിലായിരിക്കും ആക്സിലറേറ്ററും ബ്രേക്കും എല്ലാം വർക്ക് ചെയ്യുന്നത്. ഇവരത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ പഴയ വണ്ടിയാണെന്ന്, പക്ഷേ ആ പഴയ വണ്ടിയല്ല, റെസ്പോൺസ് മാറി, സാധനം മാറി, നിങ്ങൾ ആക്സിഡൻറ്റിൽ പെടാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇപ്പോൾ റീസെൻറ്റ് വന്ന അപ്ഡേറ്റിൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേറ്ററിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസിന് ഒരു 1/2 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ടാവും, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്.
പക്ഷേ ഈ ഗ്യാപ്പ് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം വണ്ടി ഓടിച്ചപ്പോൾ എന്തായിരുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞ ഉടനെ വണ്ടി ക്രീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങും. ഇപ്പോൾ എന്ത് ചെയ്തു, ഒരു ഡിലേ കൊണ്ടുവന്നു. ഈ ഡിലേ കൊണ്ടുവരുന്നതോടെ എന്ത് ചെയ്യും, നിങ്ങൾ വിചാരിക്കും അയ്യോ വണ്ടിക്ക് എന്തോ അവിടെ കയറ്റോ കല്ലിൻ്റെ മേലെ കുടുങ്ങിയോ, അതുകൊണ്ടാണോ റെസ്പോണ്ട് ചെയ്തത്, നിങ്ങൾ ആക്സിലേറ്റർ കൂടുതൽ ചവിട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ പെട്ടെന്ന് ജമ്പ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ജംഗ്ഷനിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ മുന്നിൽ ഒരുപാട് വണ്ടി ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. ഈ വണ്ടി പെട്ടെന്ന് ചാടി പാനിക്കായി നിങ്ങളാകെ പെടും. അപ്പോൾ ഇതാണ് അതിൽ വന്ന ഒരു ചേഞ്ച്. രണ്ടാമത് വന്ന ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവർ റീജനറേഷൻ്റെ മേലെ എന്താണെന്ന് നമുക്കറിയില്ല, അവരെന്താ ചെയ്തതെന്ന് നമുക്കറിയില്ല. പക്ഷേ വണ്ടിയുടെ റേഞ്ച് ഡ്രാസ്റ്റിക്കലി കുറഞ്ഞു. ഇപ്പോൾ പേഴ്സണലി എൻ്റെ വണ്ടി ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് 240-250 കിലോമീറ്റർ 30 കിലോ വാട്ട് ബാറ്ററിയാണ്, 250 കിലോമീറ്ററോളം ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഈ അപ്ഡേറ്റിന് ശേഷം 160-150 കിലോമീറ്ററേ ഓടുള്ളൂ ഫുൾ ചാർജിൽ. ഇത് എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം കണ്ടിട്ടുള്ള ഒരുപാട് പേർക്ക് ഈ പ്രശ്നം നോട്ട് ചെയ്തിട്ടുണ്ട്. പലരും ഇത് നോട്ട് ചെയ്യാതെ ഇരിക്കുന്നതിന് ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡ്രൈവിംഗ് പാറ്റേൺ ചിലപ്പോൾ വളരെ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ 40-35-40 റേഞ്ചിൽ മാത്രം ഓടിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് റീജനറേഷൻ ചിലപ്പോൾ ഒരുപാട് ആവശ്യം ഉണ്ടാകുന്നിരിക്കില്ല. അതല്ലെങ്കിൽ അവർ എന്താ പറയുക, ഇത് നോട്ട് ചെയ്യാൻ മാത്രം ഡിസ്റ്റൻസ് ഓടുന്നില്ലായിരിക്കാം അങ്ങനെ. പക്ഷേ ഇങ്ങനെ പല ചേഞ്ചസും വന്നിട്ടുണ്ട്. ഗോവിന്ദനും വന്നിട്ടുണ്ടല്ലേ ഈ? എൻ്റെ ബാറ്ററി ഇപ്പം 3ാമത്തെ ബാറ്ററിയിലാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ബാറ്ററി പോയി, സെക്കൻഡ് ബാറ്ററി പോയി, തേർഡ് ബാറ്ററിയിലാണ്. ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ബാറ്ററി അവർ തരാൻ നേരത്ത് എന്നോട്, അത് ആക്ച്വലി ചീറ്റിംഗ് ആയിരുന്നു നടന്നത്. ഞാൻ ടാറ്റേൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ബാറ്ററി നിങ്ങൾ പറഞ്ഞ പ്രകാരം തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്, യൂസേജിനകത്ത് ഒരു വ്യത്യാസം വന്നില്ല, ബട്ട് ദ ബാറ്ററി പാക്ക് ഫെയിൽഡ്. നിങ്ങളിത് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ മുന്നേ വൈ ദിസ് ബാറ്ററി പാക്ക് ഫെയിൽഡ് എന്നുള്ള കാരണം എനിക്ക് പറഞ്ഞു തരുന്നുള്ളത്. അവിടെയാണ് ടാറ്റയിലേക്ക് എനിക്ക് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉള്ളത്. അതായത് ഒരു ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ടുള്ള ട്രബിൾ ഷൂട്ടിംഗ് മെക്കാനിസം അവർക്കില്ല. ട്രയൽ ബൈ എറർ വഴി ഓരോരോ കോമ്പണൻറ്റ് മാറ്റി മാറ്റി നോക്കുക അൺടിൽ ഇറ്റ് ഇസ് റിസോൾവ് എന്നുള്ള മാത്രമാണ്. വളരെ സിമ്പിളായിട്ടുള്ള മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുരങ്ങൻ്റെ കയ്യിൽ സ്പാനർ കൊടുത്തിട്ട് കുരങ്ങൻ തല ചൊറിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പം ബാറ്ററി എന്തുകൊണ്ട് ഫെയിലായി, അത് സാർ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ഞാൻ ചോദിച്ചാൽ ആ ഇഷ്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത് എന്നുള്ളത്, അത് ഇവർക്ക് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ BMSൻ്റെ ഡിസൈനിലുള്ള ഫോൾട്ട് കാരണമാണ് ഇത്രയ്ക്കും സെൽസ് ഫെയിലാവുന്നത്, അതല്ലാണ്ട് ഒരു കാരണവശാലും ഫെയിലിയർ വരില്ല എന്നുള്ളത്. അവർ എഗ്രി ചെയ്തില്ല. പുതിയ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞൊരു ബാറ്ററി പാക്ക് തന്നു. 2022 ഒക്ടോബർ ആയിരുന്നു അതിൻ്റെ ബാക്കിലുള്ള ഡേറ്റ്. ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബാറ്ററി പാക്ക് പ്രോപ്പർ കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് എൻഷുർ ചെയ്ത് തരണം എന്നുള്ളത്. അവർ പറഞ്ഞു ഞങ്ങൾ ഇൻറ്റേർണലി ടെസ്റ്റ് ചെയ്തു, എൻഷുർ ചെയ്തെന്നുള്ളത്. അന്ന് എനിക്ക് തിരക്കായതുകൊണ്ട് എന്ത് ടെസ്റ്റിംഗാണ് നിങ്ങൾ ചെയ്തത്, ആ ടെസ്റ്റിങ്ങിൻ്റെ ഡേറ്റയും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞത് ബാറ്ററി പാക്കിൻ്റെ കേസ് മാത്രമാണ് റീയൂസ് ചെയ്തത്, അകത്തുള്ള സെൽസ് ബ്രാൻഡ് ന്യൂ എന്നുള്ളത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കാറിൽ ലോങ് സാധാരണ വളരെ നല്ലപോലെ പോകാറുണ്ട്. പണ്ട് 2021 മുതൽ ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്ത ടൈമിൽ വരുതെടുത്ത് ചെന്നൈയിലോട്ടും ഹൈദരാബാദിലോട്ടൊക്കെ പോയതാണ്. അപ്പോഴൊന്നും ചാർജ് ഇല്ലാണ്ട് ഇതുവരെ പെട്ടുപോയിട്ടില്ല. എറണാകുളം വരാൻ നേരത്ത് 20% എനിക്ക് 7 കിലോമീറ്റർ പോകേണ്ട ആവശ്യമുള്ളൂ. സഡനായിട്ട് ബാറ്ററി ഡ്രോപ്പ് ആയിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് ഈ പെടുന്നത് ഒരു ഫാക്ടറിയുടെ ഫ്രണ്ടിലാണ്. ഫാക്ടറിയുടെ സെക്യൂരിറ്റി ക്യാമ്പിൽ 16 ആമ്പിയറിൻ്റെ സോക്കറ്റ് ഉണ്ടായിരുന്നു, അവിടുന്ന് ചാർജ് ചെയ്തു. ആ ടൈമിൽ ടാറ്റേൻ്റെ ആൾക്കാർ പറഞ്ഞു ഇതിന് മുകളിൽ യാതൊരു ഇഷ്യൂ ഇല്ല, ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഡേറ്റയൊക്കെ പക്കയാന്നുള്ളത്. ഞാൻ വളരെ സിമ്പിളായിട്ട് ടെസ്റ്റ് അവരോട് പറഞ്ഞു. സാധാരണ 10% കയറാൻ വേണ്ടി എത്ര ടൈം എടുക്കും അവരുടെ ഒരു വണ്ടിയിൽ നോക്കാൻ വേണ്ടിയിട്ട്, അത് നോക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു. അത് ഏകദേശം 1 മണിക്കൂറിന് തൊട്ട് മുകളിലാണ് എടുക്കുന്നത്. എൻ്റെ കാറ് ഞാൻ 1% വരെ കുറച്ചിട്ട് അവർക്ക് കൊടുത്തു. എന്നിട്ട് ഇതിൽ 10% കയറാൻ വേണ്ടി നോക്കാൻ പറഞ്ഞു. ഫാസ്റ്റ് ചാർജിങ്ങിൽ 10% കയറാൻ വേണ്ടിയിട്ട് 10 മിനിറ്റിന് തൊട്ടടുത്താണ് എടുക്കുന്നത്. 5 മിനിറ്റിൽ 10% എൻ്റെ കാറിൽ കയറി. ഞാൻ പറഞ്ഞു ഒരു സെല്ലിൻ്റെ കപ്പാസിറ്റി കുറവായത് കൊണ്ടാണ് അതിന് ചാർജ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്തതും അതേപോലെ ചാർജ് ചെയ്യുന്ന നേരത്തും പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നത്. അതായത് ഈ സെല്ലിൻ്റെ എനർജി ഹോൾഡിംഗ് കപ്പാസിറ്റി ഡ്രാസ്റ്റിക്കലി കുറഞ്ഞു. ഇത് ഇവർക്ക് റിപ്പോർട്ടായിട്ട് അയച്ചു കൊടുത്തപ്പോഴാണ് അവർ രണ്ടാമതും ബാറ്ററി പാക്ക് റീപ്ലേസ് ചെയ്ത് തന്നിട്ട് ബ്രാൻഡ് ന്യൂ ബാറ്ററി പാക്ക് തന്നത്. ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാർ അവർ ഫുള്ളി ചാർജ് ചെയ്യിപ്പിച്ചു അവരെ കൊണ്ട് തന്നെ. എന്നിട്ട് 10% വരെ കുറപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും 10% വരെ ഓടിച്ചോ, ഐ ഡോണ്ട് കെയർ. 10% ഓഡോമീറ്റർ റീസെറ്റ് ചെയ്യണം, ട്രിപ്പ് റീസെറ്റ് ചെയ്തിട്ട് നിങ്ങൾ 2% വരെ ഓടിക്കണം. അതിൽ കാണുന്ന വാട്ട് അവർ പെർ കിലോമീറ്ററും ഓടിയ കിലോമീറ്റർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. 5% മുകളിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ബാറ്ററി വീണ്ടും മാറ്റാൻ പറയുന്നുള്ളത്. അങ്ങനെ ഓടിക്കാൻ നേരത്തെ അവർക്ക് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് കിലോമീറ്റർ കിട്ടി. അവർ 7% റീസെറ്റ് ചെയ്തു, 2% ഓടിച്ചു. 5% അകത്ത് ഏകദേശം അവർക്ക് 14 കിലോമീറ്റർ കിട്ടി. അപ്പോൾ മനസ്സിലായി കഴിഞ്ഞു വലിയ പ്രശ്നമില്ല എന്നുള്ളത്. പല കേസിലും നടക്കുന്നത് ഈ സോഫ്റ്റ്വെയറിനെ കൊണ്ട് ഇവർ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ട്. റീജൻ കുറച്ചിട്ടുണ്ട്. പണ്ടത്തെ കാറിൽ ശരിക്കും നെക്സോൺ EV മാത്രം ഇരുന്ന ടൈമിൽ അന്ന് അത്യാവശ്യം നല്ല ഹയർ റീജനായിരുന്നു സിംഗിൾ പെഡൽ ഡ്രൈവിങ്ങിൽ. പിന്നീട് അവർ റീജൻ്റെ പവർ കുറച്ചു. പിന്നെ ഈ പ്രൈം അപ്ഡേറ്റിൽ ചാർജ് ടൈം കൂട്ടാൻ നേരത്തെ അവർ മൾട്ടി മോഡ് റീസനാക്കി മാറ്റി. അത് വീണ്ടും എന്നിട്ട് റീസൻ്റെ പവർ കുറച്ചു.
ഇപ്പം പല ആൾക്കാർ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആൾക്കാരിപ്പം സാധാരണ ആൾക്കാർക്കൊന്നും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ കോഴിക്കോട് മുതൽ എറണാകുളം വരെ വരാൻ നേരത്ത് വൈറ്റിലെത്താൻ നേരത്ത് സാധാരണ 15% ചാർജുള്ള ആൾക്കാർക്ക് ഇപ്പം 10%, 11%-ത്തിൽ എത്താൻ പറ്റുന്നുള്ളൂ. സെയിം കാറ്, സെയിം ട്രാഫിക്, സെയിം ഡ്രൈവിംഗ് സ്റ്റൈലിൽ, സെയിം സീസണിൽ വരെ. അപ്പോഴാണ് മനസ്സിലായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കൊണ്ടാണുള്ളത്. ഞാനും നോക്കാൻ നേരത്ത് റീജൻ്റെ മുകളിൽ നമ്മൾ കാണുമല്ലോ താഴത്തോട്ട് എത്ര പോകുന്നുണ്ടല്ലോ, അത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് വരുന്നതിനെക്കാട്ടും നല്ല പോലെ കുറവാണ് വരുന്നത്. അതേപോലെ സ്പോർട്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ സ്പൈക്ക് ഇപ്പം വരുന്നത് കംപ്ലീറ്റ്ലി വേരിങ് ആയിട്ടാണ്. എൻ്റെ കാറിൽ തന്നെ വരുന്ന വേറൊരു ഇഷ്യൂ, നമ്മൾ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യാൻ നേരത്ത് പെട്ടെന്നൊരു ഹമ്പ് വന്നു കഴിഞ്ഞാൽ ആ ബ്രേക്ക് പെഡലിൽ പൊട്ടിയ പോലത്തെ റെസ്പോൺസാണ്. അതായത് ഒരു ഹമ്പ് വരാൻ നേരത്ത് പെട്ടെന്നൊരു സഡൻ സർജ് വരുന്ന പോലെ വന്നിട്ടേക്കുണ്ടാവുക. ഇതാ ഗ്രാഫിൻ്റെ മുകളിൽ കാണാൻ പറ്റും ഒരു സർജിന് പെട്ടെന്ന് വന്നിട്ടാവുന്നത്. ഇതിൻ്റെ മെയിൻ ഇഷ്യൂ ഈ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള വണ്ടികൾക്ക് ശരിക്കും അത് മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ഇഷ്യൂ ഉണ്ടാവും. ഓലയുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് മുകളിൽ വളരെ സുപരിചിതമായിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു ആക്സിലേറ്റർ കൊടുക്കാൻ നേരത്ത് റിവേഴ്സിൽ ഫുൾ പവറിൽ പോകാന്നുള്ളതെന്ന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം 122 ഹോഴ്സ് പവറുള്ള ഇത്രയ്ക്കും വെയിറ്റുള്ള ഒരു കാറ് സോഫ്റ്റ്വെയറിൻ്റെ മുകളിൽ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ ഇത് മതിൽ പൊടിച്ചങ്ങ് പോകും. പല കേസിലും കാണാറുണ്ട് ആൾക്കാർക്ക്. ഇപ്പം അടുത്തൊരു വീടുണ്ടായിരുന്നു, മഹേന്ദ്രയുടെ XUV 400 മുകളിൽ പാനിക്കായിട്ട് ബ്രേക്കും ആക്സിലേറ്ററും ഒരുമിച്ച് ചവിട്ടി. എന്തോ ഒരു ഇഷ്യൂവിനെ കൊണ്ട് ആക്സിലേറ്റർ ആയിരുന്നു വന്നത്. ബ്രേക്ക് പെഡൽ ശരിക്കും റെസ്പോൺസ് ഒന്നും കട്ട് ചെയ്യാൻ വന്നില്ലെങ്കിലും ഒരു ഹോട്ടലിന് അതോടെ കാർ ഇടിച്ച് കയറിയിട്ട് വീൽ സ്പിന്നിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കട്ടാവണമായിരുന്നു, കട്ടായിട്ടില്ല. ഇതേപോലെ സോഫ്റ്റ്വെയർ ബേസിൽ ടാറ്റയും പല കേസിലും പല വരാറുണ്ട്. എനിക്ക് അറിയുന്ന വളരെ അടുത്ത സുഹൃത്തിന് തന്നെ റിജുൽ, അവർക്ക് തന്നെ ഒരിക്കലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ മുകളിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു. റീസൺ തീരെ വർക്ക് ചെയ്യുന്നില്ല. 100%-ലും സാധാരണ റീസൺ ഉണ്ടാവില്ല. 90-ലില്ല, 80-ലില്ല, 70-ലില്ല, തീരെ റീസൺ ഇല്ല. 120 കിലോമീറ്ററിനടുത്ത് മാത്രമാണ് കാറിന് റേഞ്ച് കിട്ടി തുടങ്ങിയത്. അതേപോലത്തെ ഇതിൻ്റെ വേറൊരു ഇഷ്യൂ, ഈ റീജൻ കുറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ കാറിൻ്റെ ബ്രേക്കിംഗ് പവർ നല്ലപോലെ കുറയുന്നുണ്ട്. ഇത് പലർക്കും അറിയില്ല. നമ്മൾ ചാർജ് ഫുള്ളായിട്ട് സ്പീഡ് പോയിട്ട് ബ്രേക്ക് ചെയ്യാൻ നേരത്തെ മനസ്സിലാവുന്നത് മെക്കാനിക്കൽ ബ്രേക്ക് മാത്രം യൂസ് ചെയ്യാൻ നേരത്തെ ഡിഫറൻസ് വരുന്നത്. റീജൻ കുറയുന്നതനുസരിച്ചിട്ട് നമുക്ക് സഡൻ ബ്രേക്കിംഗ് നല്ലപോലെ കുറയുന്നുണ്ട്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം സഡൻ ബ്രേക്ക് തീരെ കിട്ടുന്നില്ല എന്നുള്ളത്. നോക്കാൻ നേരത്ത് റീജന് വളരെ സ്ലോ ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ മുകളിൽ ടാറ്റ മെയിൻലി വരരുത്. മറ്റ് ബ്രാൻഡ്സിന് വെച്ച് നോക്കാൻ നേരത്തെ ടാറ്റയാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് റോൾ ചെയ്യുന്നത്. ഒരു ഇഷ്യൂ പറയാൻ നേരത്ത് ആ ഇഷ്യൂ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ 4 ഇഷ്യൂ ഉള്ള വിധത്തിലാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പുഷ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ പ്രശ്നങ്ങളായിട്ട് നമുക്ക് വരുന്നത്. ടാറ്റ ഇതിന് വിളിക്കുക സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് അപ്ഡേറ്റ് ആണോ എന്നുള്ളത് വലിയ സംശയമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, അതായത് ടാറ്റ ചെയ്തു തരേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്ത് ചെയ്യാം, ഒരു സോഫ്റ്റ്വെയർ പുഷ് ചെയ്യുന്ന സമയത്ത്, കാരണം ഇത് നമ്മൾ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അല്ല. ഫോൺ ഹാങ് ആവുകയെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവനെ ബാധിക്കുന്ന വിഷയമല്ല. ടാറ്റ വണ്ടിയിലാണ് ഈ സോഫ്റ്റ്വെയർ പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇന്ന് പിന്നെ നിങ്ങളെ വണ്ടിയുടെ റെസ്പോൺസ് മാറിക്കഴിഞ്ഞാൽ, ബ്രേക്ക് മര്യാദക്ക് വർക്ക് ചെയ്യാതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആക്സിലറേറ്റർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആക്സിലറേറ്റർ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രേക്ക് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേറ്റർ കട്ടാവണം. അത് കട്ടായിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ ചെറിയ ബഗ്ഗുകളായിരിക്കും, പക്ഷേ ഈ ബഗ്ഗ് നാളെ നമ്മളെ ജീവനെടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് ഇത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വേണം റിലീസ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം, നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കുന്ന സോഫ്റ്റ്വെയറാണ്, എന്തായാലും തെറ്റുപറ്റും, ബഗ്ഗുകളുണ്ടാവും. ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ ഉള്ള എഡിഷനിൽ ബഗ് ഉള്ളതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു പുതിയ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ അത് പഴയതിനേക്കാളും വേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ടാറ്റയ്ക്ക് ഇമീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? സോഫ്റ്റ്വെയർ റോൾ ബാക്ക്. ഏത് ഡിവൈസിനും നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഫോണിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട്, പുതിയൊരു സോഫ്റ്റ്വെയറിന് കാരണം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ ചെന്ന് അവർ റോൾ ബാക്ക് ചെയ്ത് തരും. നിങ്ങൾ ലാപ്ടോപ്പിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട്, അവിടെയുണ്ട് റോൾ ബാക്കിനുള്ള ഓപ്ഷൻ. ടാറ്റയ്ക്ക് മാത്രം ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ല. ഇത് ടാറ്റ മാത്രമല്ല, ഏത് മാനുഫാക്ചറിങ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തന്നു കഴിഞ്ഞാൽ അതിന് ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റോൾ ബാക്ക് ചെയ്യുക. തൽക്കാലം അത് ഇഷ്യൂ ഫിക്സ് ചെയ്യുന്നവരെ റോൾ ബാക്ക് ചെയ്യുക എന്നുള്ളത് ടാറ്റ എന്നല്ല, എല്ലാ ഇലക്ട്രിക് വണ്ടി മാനുഫാക്ചേഴ്സിനോടും നമുക്ക് ഉള്ളൊരു റിക്വസ്റ്റാണ്. അത് മസ്റ്റായിട്ട് കൊണ്ടുവരണം. പിന്നെ ഇതുപോലുള്ള ഒരു എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഡ്രൈവിൽ നിന്ന് റിവേഴ്സിൽ നിന്ന് ഡ്രൈവിലേക്കും മാറ്റിയിട്ട് ആക്സിലേറ്റർ ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഭയങ്കരമായിട്ട് ജെർക്ക് ചെയ്യും ചില സമയത്ത്, എപ്പോഴുമില്ല, ചില സമയത്ത്. അപ്പോൾ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫീലിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 3rd ഗിയറിൽ വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മറ്റേ ഐസ് വണ്ടി 3rd ഗിയറിലോ 2nd ഗിയറിലോ ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്കൊരു കുലുക്കുണ്ടാവുമല്ലോ, ഇതുപോലത്തെ ഒരു കുലുക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഇടയ്ക്കേ വരുള്ളൂ, ചിലപ്പോൾ 2 ദിവസത്തിൽ ഒരിക്കലും എങ്ങാനും വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉള്ളത് കാരണം ഞാനൊരിക്കൽ ഒരു കടയിൽ നിർത്തി സാധനം വാങ്ങിച്ച് തിരിച്ച് വന്ന് വണ്ടി എടുത്തോട്ട് ഒരു മെയിൻ റോഡിലേക്ക് മെർജ് ചെയ്ത് കയറാം.
ആ സമയത്താണ് ഈ ജെർക്കിങ് ഇഷ്യൂ വന്നത്. ഞാൻ പാനിക്കായിട്ട് എന്ത് ചെയ്തു, സഡൻ ബ്രേക്ക് ഇട്ടു. പുറകെ വന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ എൻ്റെ വണ്ടീനെ ഇടിച്ചു. അതൊരു ആക്സിഡൻറ്റ്. അത് ഞാൻ വണ്ടിയിലായതുകൊണ്ട്, 4 വീലർ ആയതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ലായിരിക്കാം. പക്ഷേ ആ വണ്ടി ഒരു 2 വീലർ ആയിരുന്നെങ്കിലോ, അതിനകത്ത് കുറേ കുട്ടികളോ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവർ വീഴും, അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പരിക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് അവരത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്തോ ബ്രേക്കിൻ്റെ എന്തോ അപ്ഡേറ്റ് ചെയ്തു, ABSൻ്റെ എന്തോ അപ്ഡേറ്റ് ചെയ്ത് അവർ ഫിക്സ് ചെയ്തു. പക്ഷേ ഇതുപോലുള്ള ഈ എന്താ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മളെ യൂസേഴ്സിൻ്റെ മേലെ പരീക്ഷിക്കും. നമ്മൾ വെറും ഇവരുടെ ബീറ്റ ടെസ്റ്റേഴ്സാണ്. അവരുടെ പ്രോഗ്രാംസും അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും അവരുടെ പ്രൊഡക്ട്സും പരീക്ഷിക്കാനുള്ള പരീക്ഷണ വസ്തുക്കളായിട്ടാണ് അവർ നമ്മളെ കാണുന്നത്. ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമ്മളെ ജീവൻ മാത്രമല്ല, റോഡിലുള്ള പലരുടെയും ജീവൻ അപകടത്തിലേക്ക് പെടുകയാണ്. അപ്പോൾ ഇമാതിരി പരിപാടി, ഇമാതിരി ഹാഫ് കുക്ക്ഡ് അപ്ഡേറ്റുകളും കാര്യങ്ങളും, ടെസ്റ്റ് ചെയ്യാത്ത അപ്ഡേറ്റുകൾ ടാറ്റ റിലീസ് ചെയ്യുന്നത്, ടാറ്റ എന്നല്ല എല്ലാ മാനുഫാക്ചേഴ്സും. നമുക്ക് ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്തത് ടാറ്റയുടെ ഭാഗത്തു നിന്ന്. അതുകൊണ്ടാണ് ടാറ്റയുടെ പേര് പറയുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ, ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റിലെ ലീഡേഴ്സ് എന്ന നിലയ്ക്ക് ടാറ്റ ഒരു റോൾ മോഡൽ ആവേണ്ടതിന് പകരം ഈ ബാഡ് റോൾ മോഡൽ ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ ജീവന് പോലും അപകടം. അതാണ് ഇതിൽ ഏറ്റവും വലിയത്. ഇത് നമ്മളെ ജീവനെ ബാധിക്കുന്ന വിഷയമാണത്, നമ്മളെ സേഫ്റ്റിനെ ബാധിക്കുന്ന വിഷയമാണ് ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളെല്ലാം. ആക്ച്വേറ്ററിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളവിടെ കൂടുതൽ മഴ ഉള്ളത് കൊണ്ടാണ് ചള്ള കയറുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചപ്പം അതിൻ്റെ അവിടെ ഒരു ലിഡിൻ്റെ അവിടെ താഴെ നിന്നൊരു ജസ്റ്റ് ഒരു മഡ് ഫ്ലാപ്പ് വെച്ച് കവർ ചെയ്തു. ഇതെന്തുകൊണ്ട് ഇവർക്ക് പറ്റാത്തത്? ഇപ്പോൾ പുതിയ വണ്ടിക്ക് വന്നപ്പോഴും എൻ്റെ പ്രൈമായിരിക്കുന്നത്, പുതിയ വണ്ടിക്ക് വന്നപ്പോൾ ഇതേ സെയിം സിസ്റ്റമാണ്. ഇവർ 6000 രൂപ സംതിങ് ആണ്ട് ബില്ല് ഇവർ ടാറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട്. അണ്ടർ വാറണ്ടിയിലായതുകൊണ്ട് നമുക്കിപ്പം പ്രൈസ് ആകുന്നില്ല. വാറണ്ടി കഴിഞ്ഞൊരു വണ്ടിക്ക് എന്നൊരാൾ പറഞ്ഞത് 12000 രൂപ മേളിലാണ് ഇവർ ചാർജ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഈ 1.5 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ വാറണ്ടി കഴിയുമ്പോഴത്തേന് ഇതിന് ഫുൾ ഇവർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. 12,000 റുപ്പീസ് സംതിങ് ആണ് അവരെ ഒരു ഇതിന് വേണ്ടി. മാറി ഇവരുടെ ഒരിക്കലും സാധനം ഇല്ലതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ, വന്നിട്ടില്ലെന്നും. പക്ഷേ ഏതായാലും എനിക്ക് വണ്ടി തന്നു വിട്ടു. ലാസ്റ്റ് കണ്ടുപിടിച്ചതാണ് അതിനകത്തുള്ള ഇവർക്ക് ആ നോബ് ആദ്യം ഊരിയപ്പോൾ അത് അൺപ്ലഗ് ആയിപ്പോയി. ഇതിന് നമ്മളൊരു ലിഡുണ്ടല്ലോ ടോപ്പിൽ, ആ ലിഡിൻ്റെ നെക്സ്റ്റ് ഇരിക്കുന്നൊരു ഓപ്ഷൻ, അത് രണ്ടാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നം മാറി. ഇവരുടെ എനിക്ക് തോന്നുന്നത് ടാറ്റ അതൊരു എന്താ പറയുക, സർവീസിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു തന്ത്രം വെച്ചേക്കുവാണ്. ഈ ഒരു ഓപ്ഷൻ ഈ ആക്ച്വേറ്റർ കംപ്ലൈൻ്റ് എന്നാക്കി ആൾക്കാരെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 100 പേരെ എടുത്താൽ അതിനകത്ത് ഒരു 90 പേർക്ക് ഈ ആക്ച്വേറ്ററിന് ഒരു തവണയെങ്കിലും പ്രോബ്ലം ഇല്ലാത്തവരില്ല. എനിക്ക് ഓർമ്മയുണ്ട് 2021 നെക്സോൺ വാങ്ങുന്ന ടൈമിൽ കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ആദ്യം തന്നെ വന്ന സാധനമായിരുന്നു ആക്ച്വേറ്ററിൻ്റെ ഇഷ്യൂ എന്നുള്ളത്. അതായത് മഴക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതായത് നമ്മുടെ കാറിൻ്റെ അങ്ങോട്ട് ബേസിക്കലി ടാറ്റ ശരിക്കും ഫ്യൂവൽ അടിക്കുന്ന സ്ഥലത്ത് ചാർജിങ് പോർട്ട് വെക്കാൻ കാരണം മറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ വലിയ ആവശ്യമില്ല. അവിടെ ഓൾറെഡി ഒരു ഹോൾ വരുന്നുണ്ട് ബോഡിയുടെ അകത്ത്. പെട്രോൾ പാസ് ചെയ്യേണ്ട ഹോളിന് പകരം CCS2 പോർട്ട് അവിടെ കൊണ്ടുവെക്കാം, കേബിൾ നേരെ പാസ് ചെയ്ത് പോകാം, ഒക്കെ ശരിയാണ്. പക്ഷേ വീൽ വെല്ലിൻ്റെ അകത്ത് പ്രഷറിലാണ് ചളിയും വെള്ളം തെറിക്കുന്നതെന്നുള്ളത് ഇവർ അത്ര കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. എസ്പെഷ്യലി നമ്മുടെ ഇവിടെയുള്ള മഡി കണ്ടീഷൻസിൽ ഇത് നല്ലപോലെ, അതും ടാറ്റനെ അഡ്മിറ്റ് ചെയ്തു കോസ്റ്റൽ ബെൽറ്റിൽ. അവരെന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, മുംബൈ മുതൽ കന്യാകുമാരി വരെ ഹൈവേയുടെ പണി നടക്കുന്നുണ്ടല്ലോ, ഈ ഒരു സ്ഥലത്ത് വരുന്ന കോസ്റ്റൽ ബെൽറ്റിലാണ് ഏറ്റവും കൂടുതൽ റീപ്ലേസ്മെൻറ്റ്സ് വരുന്നതെന്നുള്ളത്. ഇതിൻ്റെ മുകളിൽ ആദ്യം ചളി അടിച്ചിട്ട് റീപ്ലേസ്മെൻറ്റ്സ് വരുന്ന കാരണം ഇവർ തന്നെ ഒരു കവർ പോലത്തെ സാധനം കൊണ്ടുവന്നു. ബട്ട് അത് കണ്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഹോൾസ് ഉണ്ട്, അതൊരു പ്രോപ്പർ മെക്കാനിസം അല്ല, വീണ്ടും ഫെയിലിയർ ആവുന്നുള്ളത്. അവർ പറഞ്ഞു ഇല്ല, ഫെയിൽ ആവുന്നില്ല എന്നുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 മൺസൂൺ സീസണിൻ്റെ തൊട്ട് മുന്നെയാണ് ടാറ്റ ഇത് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഒരു വർഷം ഏകദേശം ഇഷ്യൂസ് ഇല്ലാണ്ട് പോയി കഴിഞ്ഞു. ലാസ്റ്റ് മൺസൂൺ 2024 വളരെയധികമായിരുന്നു ഈ ആക്ച്വേറ്റർ കാരണമുള്ള ഇഷ്യൂസ് വന്നത്. മിക്ക സർവീസ് സെൻറ്ററിലും 10-40 വണ്ടികളാണ് ആക്ച്വേറ്ററിൻ്റെ ഫെയിലറായിട്ട് കിടന്നുകൊണ്ടിരുന്നത്. അതും മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇത് ഇമ്പോർട്ടഡ് സാധനമാണ്, ടാറ്റ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നില്ല, ഇതൊരു വെണ്ടർ പാർട്ടാണ്. ഈ വെണ്ടറിൻ്റെ അടുത്ത് സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ടാറ്റയ്ക്ക് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ വലിയ പ്രശ്നമായിരുന്നു. പല വണ്ടികൾക്കും ഈ ആക്ച്വേറ്റർ കേടായിട്ട് സർവീസ് സെൻറ്ററിൽ കിടക്കുമായിരുന്നു, എല്ലാ പാൻ കേരള. അവസാനം ഒരിക്കൽ ടാറ്റ മോട്ടോഴ്സ് ആയിട്ടുള്ള ഒഫീഷ്യൽ സൈറ്റിലുള്ള മീറ്റിങ്ങിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പല ഡീലേഴ്സും പല സർവീസ് സെൻറ്റേഴ്സും ഇൻഫോം ചെയ്തതാണ് ഇത് ഫെയിലർ ആവുന്നൊരു സാധനമാണ്. മഴക്കാലത്ത് മഴയും ചളിയും കൂടാൻ നേരത്ത് തീർച്ചയായിട്ടും ഇത് വീണ്ടും ഫെയിൽ ആവുന്നുള്ളത്. ആ ടൈമിലൊന്നും നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ആക്റ്റീവായിട്ടുള്ള മെഷർ എടുത്തിട്ടില്ല. അപ്പോഴും ടാറ്റ പറയുന്നത് ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ് അൺടിൽ ദ നെക്സ്റ്റ് മൺസൂൺ വീൽ ഫിഗർ ഇറ്റ് ഔട്ട് എന്നുള്ളത്. അതായത് അടുത്ത മഴക്കാലം വരുന്നതിൻ്റെ മുന്നേ ചെയ്യാന്നുള്ളത്. ഇത് പറഞ്ഞത് ഓഗസ്റ്റ് 2024 ടാറ്റയുടെ കർവ് ഇറങ്ങുന്ന ഒരു ടൈമിൽ. ഇപ്പം അടുത്ത വേനൽക്കാലം വരാനായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് മൺസൂണാണ് വരുന്നത്, ഇതുവരെ ആയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ മുകളിൽ മെയിൻലി വന്ന് നിൽക്കുന്നത്. അതെ, അത് കൂടാണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ
ഈ ആക്ച്വേറ്റർ പോർട്ടിന് മുകളിൽ നമ്മളായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇഷ്യൂ ഇവർക്ക് എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. ഇപ്പം ഞാൻ കണ്ട ഈ ഫ്ലാപ്പ് പോലത്തെ വെക്കുന്നത് അത് സസ്പെൻഷൻ്റെ ഒരു കോമ്പണൻറ്റിലോട്ടാണ് ഇത് ലിങ്ക് ചെയ്യുന്നത്. എനിക്കതിൻ്റെ മുകളിൽ മെയിൻ ഇഷ്യൂ അത് അഥവാ നമ്മൾ വളരെ ചെറിയൊരു ത്രെഡ് ഇടുകയാണെങ്കിൽ പോലും ചിലപ്പോൾ അതിൻ്റെ മുകളിൽ വേറെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കമ്പിയുടെ കഷ്ണം കൊണ്ടുവരുന്നതിലോ സസ്പെൻഷനെ ബാധിക്കുന്ന വിധത്തിലാണ്. എസ്പെഷ്യലി ഹൈ സ്പീഡിൽ പോകാൻ നേരത്ത് സസ്പെൻഷൻ പറഞ്ഞ കോമ്പണൻറ്റ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മളവിടെ ചെയ്യുന്നതിനെക്കാട്ടും ഉപരി ഇതൊരു ഡിസൈൻ ഫോൾട്ടാണ്. ടാറ്റ തന്നെ ഒരു പ്രോപ്പർ ഫിക്സ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ അവന് മേടിച്ചു കൊടുത്തു, നീ ചെയ്യാൻ പറഞ്ഞു. എന്നോട് ഇങ്ങോട്ട് ആദ്യം ഒരു ഓപ്ഷൻ പറഞ്ഞു, സാറേ ഇത് ഇങ്ങനെ. ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്കും അറിയാം. ഇപ്പം ടാറ്റന് ഇനി വേറൊരു ഫിക്സ് കൊണ്ടുവരാമെന്ന് അവർ പറയുന്നുണ്ട്. ബട്ട് ഇതുവരെ അതിൻ്റെ മുകളിൽ ഫൈനലൈസ് ചെയ്തിട്ടില്ല. എൻ്റെ കാറിലും ഒരു വട്ടം ആക്ച്വേറ്റർ മാറ്റിയതാണ്. അതെ അതെ, ഇത് ടിയാഗോ വരെ വന്ന എല്ലാ വണ്ടികൾക്കും സെയിം പോലെ തന്നെയാണ് കിടക്കുന്നത്. ടാറ്റയുടെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ചൂട് സമയമാകുമ്പോഴത്തേക്കിന് കഴിഞ്ഞ വർഷം വണ്ടി ഓണാക്കി കഴിയുമ്പോൾ AC കൊണ്ട് ഓണാക്കുമ്പോൾ ഭയങ്കര സൗണ്ടും ഒരു എന്താ പറയുക, നമ്മൾ ജനറേറ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തുമല്ലോ. പിന്നെ ഇതിനകത്ത് അലാറവും ഭയങ്കര ബഹളമൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന രീതിയാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായതാണ് AC ഇത് ഓൺ ആകുന്നതിൻ്റെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി ഇതുപോലെ ടൈഗോർ വണ്ടി വന്ന് അവൻ എത്ര വട്ടം എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തോളം വണ്ടിയുമായിട്ട് ഷോറൂമില്ല. ഇവരെടുത്തിട്ട് 25 ദിവസം എങ്ങാണ്ട് ഏറ്റുമാൻ കൊണ്ടിട്ടു. തിരിച്ചു കൊണ്ട് തന്ന് അന്ന് പിറ്റേ ദിവസം രാവിലെ എടുത്തപ്പോൾ ഇതേ സെയിം ക്രിട്ടിക്കൽ അടിക്കുന്നു. അത് ചോദിച്ചു പിന്നെ നിങ്ങൾ 25 ദിവസം എന്താ ചെയ്തതെന്ന് ചോദിച്ചു. നമ്മുടെ ഒരു വണ്ടിയേ ഉള്ളൂ, ആ വണ്ടിക്ക് വരെ നമ്മൾ പിന്നെ റെൻ്റേ കാർ എടുത്ത് ഓടുകയാണ്. ഇവർക്ക് അതിനൊരു സൊല്യൂഷൻസ് ഇവർ പറയുന്നില്ല. ഇതിൽ പിന്നെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കായിട്ട് ഇതിനകത്ത് പിന്നെ ഫ്ലാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ട് ഇത് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെ വാറണ്ടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ വാറണ്ടി ഉള്ള സമയത്ത് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഇഷ്യൂ ഒരിക്കലും ടാറ്റയിൽ റിപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ ചാർജറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഫാൻ വെക്കുന്നത് ഒരു പൊടിക്കൈയാണ്. പക്ഷേ ഈ പൊടിക്കൈ ചെയ്യുന്നതോടെ എന്താ ഈ ഇഷ്യൂ ടാറ്റയിൽ റിപ്പോർട്ട് ചെയ്യില്ല. മാക്സിമം ഇഷ്യൂസ് ടാറ്റയിൽ റിപ്പോർട്ട് ചെയ്യണം. എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ പൊടിക്കൈകൾ ചെയ്യണമെങ്കിൽ ചെയ്യാം, അത് വാറണ്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ വാറണ്ടി പീരീഡിൽ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇഷ്യൂസ് ടാറ്റയിൽ റിപ്പോർട്ട് ചെയ്യിക്കുക. അവർക്ക് ഫൈനാൻഷ്യൽ ലോസോ അവരുടെ സെയിൽസിൽ ഇടിവ് വരുന്ന സമയത്തോ ഈ ഇഷ്യൂസ് ഒരുപാട് പുറത്തെത്തണം, ആളുകൾ ഇത് പറയണം, ഇതിന് പബ്ലിസിറ്റി കിട്ടി അവരുടെ സെയിൽസിൽ ഇടിവ് വരുന്നുണ്ട്, അതല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റിൽ ഇടിവ് വരുന്നുണ്ട്. ആ ഒരു കണ്ടീഷനിൽ മാത്രമേ ഇപ്പോൾ ഒരു ചാർജർ റീപ്ലേസ് ചെയ്യാൻ 30,000 ആണ്, അല്ലെങ്കിൽ ഒരു ആക്ച്വേറ്റർ റീപ്ലേസ് ചെയ്യാൻ 6,000. എൻ്റെ വണ്ടിയുടെ 5 തവണയാണ് ഈ ആക്ച്വേറ്റർ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ചാർജർ 2 തവണ റീപ്ലേസ് ചെയ്തു, ബാറ്ററി 1 തവണ റീപ്ലേസ് ചെയ്തു. വാറണ്ടി കഴിഞ്ഞു, പക്ഷേ ഞാൻ വാറണ്ടി പീരീഡിൽ റസ്റ്റിംഗ് ഇഷ്യൂ ഉള്ളത് ഞാൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ 4 ഡോർ പാനൽ ഇപ്പോൾ റെസ്റ്റ് ചെയ്യുക. ഞാൻ 2020 വണ്ടി എടുത്ത് 2021 റീപെയിൻറ്റ് ചെയ്യിച്ചു, 2022 റീപെയിൻറ്റ് ചെയ്യിച്ചു, 2023 റീപെയിൻറ്റ് ചെയ്യിച്ചു, 2024 ഇപ്പോൾ റീപെയിൻറ്റ് ചെയ്യിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി റീപെയിൻറ്റ് ചെയ്യാൻ ഇതിനകത്ത് നിങ്ങൾ മെറ്റൽ ഒരേ കളയാൻ ഈ മെറ്റൽ ബാക്കിയില്ല, അതുകൊണ്ട് നിങ്ങളിത് റീപ്ലേസ് ചെയ്യണമെന്ന് വാശി പിടിച്ച് അവർ റീപ്ലേസ് അപ്രൂവൽ ചെയ്തു. നമ്മളൊരു യൂസർ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പറ്റുന്നിടത്തോളം, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പക്ഷേ പറ്റുന്നിടത്തോളം നമ്മൾ ഈ ടെമ്പററി സൊല്യൂഷൻസ് ഉണ്ടല്ലോ, കാലിൻ്റെ മുട്ട് ഒടിഞ്ഞിട്ട് അതിന് പെയിൻ കില്ലർ കഴിച്ചാലും നമുക്ക് വേദന ഇല്ലാതാക്കാം. അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്, യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്താലും വേദന ഇല്ലാതാക്കാം. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കുക. ഈ പെയിൻ കില്ലർ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക തൽക്കാലം തൊലിപ്പുറത്തുള്ള ചികിത്സ ചെയ്യാതിരിക്കുക. മാക്സിമം ഇഷ്യൂസ് ടാറ്റയ്ക്ക് റിപ്പോർട്ട് ചെയ്യുക, അവരെ കൊണ്ട് റീപ്ലേസ്മെൻറ്റ് ആണോ റിപ്പയർ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യിപ്പിക്കുക. അത് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ആവുള്ളൂ. പിന്നെ ഈ ഇഷ്യൂസ് പുറത്തറിയട്ടെ, എല്ലാവരും അറിയണം. എല്ലാവരും അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ഇവരെ ഒരു അതെ എനിക്ക് തോന്നിയൊരു സജഷനാണ്. അത് എത്രത്തോളം എല്ലാവരും അക്സെപ്റ്റബിൾ ആണെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ഇപ്പോൾ ഈ 3-4 ഇഷ്യൂസ് പറഞ്ഞു, ഇത് വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യനെയർ ഡേറ്റ നമ്മൾ ഈ ഗൂഗിൾ ഷീറ്റ് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, അത് കളക്ട് ചെയ്തിട്ട് അസോസിയേഷനായിട്ട് പറയാം, വി ഹാവ് അവർ ഓൺ ഡേറ്റ, ഈ ഡേറ്റ ഞങ്ങൾ ഇനി പബ്ലിഷ് ചെയ്യും അണ്ടിൽ ആൻഡ് അൺലെസ് നിങ്ങളിത് നോക്കിയില്ലെങ്കിൽ. എന്നിട്ട് ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ, കാര്യം ഇതെല്ലാം ഞങ്ങളുടെ മെമ്പേഴ്സാണ്, ഞങ്ങൾക്ക് ആ മെമ്പേഴ്സിന് വന്നേക്കുന്ന ഇഷ്യൂ ഞങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഡേറ്റ ഇപ്പം ടാറ്റയുടെ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഒഫീഷ്യൽ ആരാണോ വരുന്നത് അവരുമായിട്ട് ഞങ്ങൾ ഇത് ഷെയർ ചെയ്യാം. അല്ലാതെ ഇത് ഇനി പബ്ലിക്കിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോസ്റ്റിലായിരിക്കും ഞങ്ങളിത് പബ്ലിക്കിൽ കൊടുക്കുന്നത്. ഇത് ആരും തെറ്റാണെന്ന് പറയത്തുമില്ല. സോ ഡിഫാമേഷനൊന്നും വരില്ല. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്റ്റെപ്പായിട്ട് ആദ്യമേ ഇതിൻ്റെ ഡേറ്റ എത്ര പേർക്ക് ഇത് കംപ്ലൈൻ്റ് ഉണ്ട്, ആക്ച്വൽ കംപ്ലൈൻറ്റ്സ് എന്താണ്, കഴിവതും അവരെ കൊണ്ട് എഴുതി മേടിപ്പിക്കുക വിത്ത് സിഗ്നേച്ചർ. കാര്യം നാളെ മാറരുത്.
അത് കാര്യം നമുക്ക് മെമ്പേഴ്സാന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പലതിനകത്തും ഐഡൻറ്റിറ്റി പ്രശ്നമുണ്ട്, പലതിനകത്തും ചിലപ്പോൾ നാളെ ഇവർ ചിലപ്പോൾ ടാറ്റക്കാർ വന്ന് ഒരു മോഹന വാഗ്ദാനം നൽകി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പിന്മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഡേറ്റ ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിന് അത് കൗണ്ടർ സൈൻ ചെയ്ത് മേടിച്ചിട്ട് ഇത് ഇത്രയും ഡേറ്റ നമ്മൾ ഓരോ കംപ്ലയിൻസിന് ഇത്ര കംപ്ലയിൻസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് ആക്ച്വേറ്റർ ഇഷ്യൂ, അതിനകത്തൊരു 10 പേര് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് 10 കംപ്ലയിൻസ് ഉണ്ട്. ഞങ്ങളുടെ ടോട്ടൽ മെമ്പർഷിപ്പ് ഇത്രയാണ്. ഈ മെമ്പർഷിപ്പിൽ ടാറ്റ വെഹിക്കിൾ ഓണേഴ്സ് ഇത്രയാണ്, ബാക്കിയുള്ള വെഹിക്കിൾ ഓണേഴ്സ് ഇത്രയാണ്. അപ്പോൾ ടാറ്റയുടെ ഇത് നോക്കുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഈ കംപ്ലയിൻറ്റ് ഇത് ഇപ്പോഴും നിലനിൽപ്പുണ്ട് എന്ന് നമ്മൾ കട്ട് ഷോട്ടായിട്ട് നമ്മൾ പിൻ പോയിൻ്റ് ചെയ്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവരിതൊരു വെയ്ഗ് അലിഗേഷനായിട്ട് പറയത്തുള്ളൂ. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ അസോസിയേഷൻ കൊണ്ട് ഒരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വരുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോന്നു, നിങ്ങൾ അവിടെ കംപ്ലയിൻറ്റ് പറയുന്നു, ഇത് ടാറ്റയിലോട്ട് എത്തുന്നു, നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അപ്പോൾ അല്ല, അതൊന്ന് അതല്ല, അങ്ങനെ ഇനി വേറൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഈ ആക്ച്വേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ചെറിയ കംപ്ലയിൻ്റാണ്. എത്ര പേര് മാറിയിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിസ്റ്ററി കിടപ്പുണ്ടല്ലോ, ഓരോരുത്തരുടെയും വണ്ടിയുടെ ഹിസ്റ്ററി കിടപ്പുണ്ട്. ഈ ഹിസ്റ്ററിയും നമുക്ക് ഡേറ്റ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇത് ഒരു വൺ ഫൈൻ മോർണിംഗിൽ വന്നേക്കുന്ന പ്രോബ്ലം അല്ല. അപ്പോൾ ഇത് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഈ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ പോലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പറയാനൊരു സോളിഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ചാർജ് ചെയ്യാറാതെ ഏതായാലും ഈ വണ്ടി ഓടത്തുമില്ല. അപ്പോൾ അത് കാരണം ഇത് കളക്റ്റീവായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഇഷ്യൂവിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യണമെങ്കിലും ഈ പറയുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ അവരും ഈ കംപ്ലയിൻറ്റ് കിട്ടുമ്പോൾ ശരി എടുത്ത് മാറ്റിയിടും. ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, കാര്യം ടാറ്റ എന്തുകൊണ്ടാണ് ലാഘവത്തിൽ ഇപ്പോൾ ഇത്രയും കംപ്ലയിൻറ്റ്സ് ഉണ്ടായിട്ട് ഇവിടെ പിടിച്ചിരിക്കുന്നത്? കാര്യം ഒന്ന്, നമ്മുടെ ആൾക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ കാശ് മുടക്കി വണ്ടി മേടിച്ചു, എനിക്കിങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അവർ വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനം മേടിച്ചേക്കുന്നത്. അല്ലെങ്കിൽ പലർക്കും അല്ല, അത് ഒന്ന്. രണ്ട്, എടുത്ത് നമ്മൾ ഒരു പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്, വണ്ടി ഭയങ്കര സക്സസ്ഫുൾ ആണെന്നുള്ളത്. അപ്പോൾ അതിനെ മറികടക്കുന്ന രീതിയിൽ ഞാൻ ഒരു പ്രോബ്ലം വന്നു. ഇപ്പോൾ ചിലർ പറയത്തില്ലേ, ഫാമിലി ലൈഫ് പൊളിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് പോകുന്നത്. അത് കണക്കാണ് നമ്മളിതൊക്കെ കാണേണ്ടത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പം ഇത് ടാറ്റയെ സംബന്ധിച്ച് എന്താ, അവരെന്ത് സാധനം കൊടുത്താലും കസ്റ്റമേഴ്സ് മേടിച്ച് മിണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഇതിനകത്ത് ഒരു ഇഷ്യൂ ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് റിസോൾവ് ചെയ്യാനായിട്ട് നമ്മൾ അസോസിയേഷൻ ടേക്കപ്പ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് എടുക്കുന്ന കണക്കല്ല, അങ്ങനെ കളക്റ്റീവ് ഡേറ്റ ഉണ്ടാവണം. ആ ഡേറ്റ പിൻ പോയിൻ്റ് ചെയ്ത് വേണം നമ്മൾ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതെങ്ങും എത്തില്ല. വേറൊരു മെമ്പർ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ കമ്പനിയിൽ പറയുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ഈ ഒരു കേസിൻ്റെ മുകളിൽ വളരെ ടെക്നിക്കലായിട്ട് ഡീലറിൻ്റെ ബിഹാഫിൽ നിന്ന് ഞാൻ ടാറ്റ മോട്ടോഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ബിഹാഫിലല്ല, ഡീലറിൻ്റെ പേര് പറയുന്നില്ല. ഒരു പെർട്ടിക്കുലർ ടാറ്റ മോട്ടോഴ്സിൻ്റെ സീനിയർ മീൻസ് ഇത് ടാറ്റ മോട്ടോഴ്സിലെ ലോ ലെവൽ എംപ്ലോയീസ് ഒന്നല്ല, നാഷണൽ ലെവലിൽ ഇവരുടെ സർവീസ് ഹെഡ് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഡീലേഴ്സിൻ്റെ ബിഹാഫിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മിക്ക കേസിൽ നടക്കുന്നത്, അതായത് ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ സർവീസ് ഹെഡ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ദേ ആർ ട്രെയിൻ ടു ടോക്ക് ഇൻ സർട്ടൻ വേ. അതായത് നമ്മളൊരു പ്രശ്നം പറയാൻ നേരത്ത് അത് വണ്ടിയുടെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നമുള്ള വിധത്തിൽ തിരിച്ചാക്കിപ്പിക്കാൻ വേണ്ടി ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ് അവർ. നമ്മുടെ ലെറ്റർ പാഡിലാണ് ഈ ലെറ്റർ കമ്പനിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവർ ആക്ട് അപ്പോൺ ചെയ്തില്ലെങ്കിൽ ഈ ഡേറ്റ നമ്മൾ പബ്ലിസൈസ് ചെയ്യും. നമ്മൾ പബ്ലിസൈസ് ചെയ്യുന്ന പത്രത്തിൽ കാശ് കൊടുത്ത് ഇടണമെന്നല്ല, നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലിടും, സോഷ്യൽ മീഡിയയിലേക്ക് കൊടുക്കാം, നമ്മുടെ വെബ്സൈറ്റിലിടാം. ഞാൻ അതുപോലെ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ആ ഇൻസ്റ്റാഗ്രാമിലിടാം. ഇത് റീൽസ് കൊടുക്കാം. ഈ റീൽസ് ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്ക് നാണക്കേടാണല്ലോ. നമുക്ക് ഒരു എക്സ്പെൻസും ഇല്ലാത്ത സാധനം, മാക്സിമം ഒരു റീൽസ് ഒരു വീഡിയോ ചെയ്യുന്ന ഒരു എക്സ്പെൻസ് മാത്രമേ വരൂ. ബാക്കി അല്ല, അതിനാണ് ഈ ലെറ്റർ ഹെഡിൽ നമ്മൾ വിത്ത് കളക്റ്റീവ് ഡേറ്റ അതിനകത്ത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പറയണം. ഞങ്ങളുടെ മെമ്പേഴ്സിൽ ഇത്ര പേര് ടാറ്റ ഓണേഴ്സ് ഉണ്ട്, അവരിൽ ഇത്ര പേർക്ക് ഈ ആക്ച്വേറ്റർ ഇഷ്യൂ വന്നിട്ടുണ്ട്, അവർക്ക് ഇതിനകത്ത് ഇത്ര തവണ റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഈ റീപ്ലേസ് ചെയ്ത സാധനം ഇപ്പോഴും ഡിഫക്റ്റീവ് ആണോ അല്ലയോ, ഇനി അതല്ല അങ്ങനെ ആണെങ്കിൽ അത് ചെയ്യാനുള്ള കാര്യങ്ങൾ വിത്തിൻ എ ടൈം ഫ്രെയിം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇനി ഞങ്ങൾക്കിത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻഡിവിജ്വൽസിനെ കൊണ്ട് കളക്റ്റീവായിട്ട് നമ്മൾ തന്നെ അതാത് ജില്ലകളിൽ
ഏതെങ്കിലും വക്കീലന്മാരെ കണ്ടിട്ട് ഒരു പൂൾ ചെയ്തിട്ട് ഒരു കൺസ്യൂമർ കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള അല്ല ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ സപ്പോസ് 10 കംപ്ലയിൻറ്റ്സ് ഉണ്ടെന്നിരിക്കട്ടെ, അവർ 10 കംപ്ലയിൻ്റായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ അത് ഒരു വക്കീലിൻ്റെ കൊടുക്കണമെങ്കിൽ അതിപ്പോൾ നമുക്ക് മിക്കവാറും എടുത്തു കഴിഞ്ഞാൽ ജില്ലകളിലൊക്കെ ഇനിയിപ്പോൾ സബ് ഗ്രൂപ്പ്സ് വരുമ്പം അതിനകത്ത് തന്നെ വക്കീലന്മാരുണ്ടാവും. അപ്പോൾ അവർക്ക് തന്നെ ഇത് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കും ചിലവ് കുറവായിരിക്കും. അപ്പോൾ ഈ ഇഷ്യൂസ് കുറച്ചുകൂടെ അറിയാവുന്ന ആൾക്കാരുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് 10 പേരുണ്ടെങ്കിൽ 10 കംപ്ലയിൻറ്റ് ഒരുമിച്ച് മൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഒരു തെളിവായി. അതിന് മുന്നേ നമ്മൾ കോടതിയിലോട്ട് പോകണ്ട, ചിലവ് വേണ്ട എന്നുള്ള ഇതിനാണ് ഞാൻ ആദ്യം ഡേറ്റ എടുത്ത് നമ്മുടെ ഇതിൽ കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മളിത് പബ്ലിസൈസ് ചെയ്തു. പബ്ലിസൈസ് ചെയ്തിട്ടും അനക്കമില്ലെങ്കിൽ മാത്രം കോടതി പോയാൽ പോരെ. ഈ ഒരു സ്പെസിഫിക്കലി ആക്ച്വേറ്ററിൻ്റെ കേസിൽ അവിടെ വെച്ച ഡേറ്റ ഏകദേശം മലബാർ സൈഡിലുള്ള സർവീസ് സെൻറ്ററിൽ ആക്ച്വേറ്റർ റീപ്ലേസ്മെൻറ്റ് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന വെഹിക്കിൾസിൻ്റെ ഡേറ്റയാണ് എടുത്തു കൊടുത്തത്. അതിന് 300 എണ്ണം കടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് ഈ 300 വെഹിക്കിൾസിനെ എങ്ങനെയാണ് നിഷേധിക്കാൻ പറ്റുമെന്നുള്ളത്. അവരെ കൊണ്ട് ഇതിൻ്റെ അഡ്മിറ്റ് ചെയ്യിപ്പിച്ചു ആക്ച്വേറ്റർ ഡിസൈനിൽ ഫോൾട്ട് ഉണ്ടെന്നുള്ളത്. ഇത് അവരന്ന് പറഞ്ഞത് അടുത്ത മൺസൂൺ സീസണിലാണ് ഈ ഒരു ഇഷ്യൂ വരാൻ പോകുന്നത്, അതിൻ്റെ മുന്നേ ഞങ്ങൾ റിസോൾവ് ചെയ്യാന്നുള്ളത്. അതിനുശേഷം 4 മാസത്തിന് ശേഷം അടുത്ത മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് ചോദിച്ചു നിങ്ങളുടെ റെസൊല്യൂഷൻ ഇതുവരെ ആയോ എന്നുള്ളത്. വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ് എന്നുള്ളത് പറഞ്ഞത്. ഇനി ഇപ്പം മോസ്റ്റ് ഓഫ് ദ കേസിൽ നടക്കാൻ പോകുന്നത് നമ്മൾ ലെറ്റർ പാഡിൽ കൊടുത്തു കഴിഞ്ഞാലും ഇവർ യെസ് വിൽ ഡെഫിനറ്റ്ലി റിസോൾവ് ഇറ്റ്, വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ് എന്നുള്ള വിധത്തിൽ മറുപടി കിട്ടും. അടുത്ത മീറ്റിങ്ങിൽ ഇത് വീണ്ടും പറയും. ഇതാണ് ഒരു സൈക്ലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ അഷുറൻസിനകത്ത് അവർക്ക് ഈ 4 കൊല്ലം ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ 3 കൊല്ലം ചെയ്യാൻ പറ്റാത്തത് ഇനി വൺ ഫൈൻ മോർണിംഗ് ഇവർക്ക് ഈ അത് കഴിഞ്ഞ മീറ്റിംഗിന്റെ ഇതും കൂടെ കോട്ട് ചെയ്തിട്ട് നമ്മൾ റീൽസ് കൊടുക്കുമ്പോൾ പോകുമ്പോൾ പബ്ലിക്കിന് അവെയർ ആവും. 10 പേര് വണ്ടി എടുക്കുന്ന കുറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ കുറയും. അതെ തീർച്ചയായിട്ടും. അന്ന് ആക്ച്വലി മീറ്റിംഗ് വരാൻ തന്നെ കാരണം ഓണത്തിൻ്റെ ടൈമിൽ കേരളയിലുള്ള പല ഡീലേഴ്സും നല്ല ബൾക്കായിട്ട് വണ്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഡീലർഷിപ്പ് മോഡൽ വർക്ക് ചെയ്യുന്നത് ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് ബൾക്കായിട്ട് വണ്ടികൾ വാങ്ങുന്നു, ഇൻഡിവിജ്വലായിട്ടുള്ള ആൾക്കാർക്ക് വിൽക്കുന്നു. ഓണം അതേപോലത്തെ ഫെസ്റ്റീവ് സീസണിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ വിൽക്കാറുള്ളത്. അപ്പോൾ ഓണത്തിന് നിങ്ങൾ കൂടുതൽ വണ്ടികൾ വിൽക്കുന്ന വിധത്തിൽ ടാറ്റ മോട്ടോഴ്സ് ഡീലേഴ്സിന് നല്ലപോലെ വണ്ടികൾ വിറ്റു. പക്ഷേ ഡീലേഴ്സിന് ഈ വണ്ടികളൊന്നും വിൽക്കാൻ പറ്റുന്നില്ല, വണ്ടികൾക്ക് ഇഷ്യൂ ഉള്ളത് കാരണം. അന്നാണ് മീറ്റിങ്ങിന് ടാറ്റ മോട്ടോഴ്സ് റെഡി ആവുന്നത് തന്നെ, ബിക്കോസ് അവരുടെ സെയിൽ കുറഞ്ഞു വന്നു. ഇനി ഞാൻ പറയുന്നത് മീറ്റിങ്ങുകളുടെ എണ്ണം ഇനി കൂടും. കാരണം ഇപ്പോൾ അടുപ്പിച്ച് 3 മാസമായി കഴിഞ്ഞിട്ട് ടാറ്റ മോട്ടോഴ്സിന് ലീഡ് പോയി ഇൻഡിവിജ്വൽ സെല്ലിംഗ് മോഡലിൻ്റെ മുകളിൽ. ആദ്യം ടിയാഗോ ഇ വി ആയിരുന്നു, ഇപ്പോൾ അത് മാറിയിട്ട് MGയുടെ വിൻസർ ഇ വി ആയി. ഇന്ത്യയിലെ ഹയസ്റ്റ് സെല്ലിംഗ് ഇലക്ട്രിക് കാർ കോൺസിക്യൂട്ടീവ്ലി ഫോർ 3 months. അത് കൂടിക്കൊണ്ടിരിക്കുന്ന ടൈം പ്രകാരം അതേപോലെ തന്നെ ലോവർ റേഞ്ചിലോട്ട് വണ്ടി വരുന്ന അനുസരിച്ചിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന മീറ്റിങ്ങിൻ്റെ എണ്ണം കൂടും, സ്പെസിഫിക്കലി ഫോർ ടാറ്റ. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ ടാറ്റയുടെ വണ്ടികളുടെ ഇഷ്യൂസാണ്. അപ്പുറത്ത് MGയിൽ അതിൻ്റെതായിട്ടുള്ള വേറെ ഇഷ്യൂസ് കിടക്കുന്നുണ്ട്.